ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എണീറ്റ് നിൽക്കുമ്പോൾ ഇന്ന് കർത്താവ് പറയാണ്, നിങ്ങളുടെ ഭാരങ്ങൾ താഴെ ഇറക്കി വെക്കാൻ. തലയ്ക്കകത്ത് ഒരുപാട് ഭാരവുമായി വന്നിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. കർത്താവ് പറയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ അവരെ ആശ്വസിപ്പിക്കാം. കർത്താവിന്റെ ഭാരം, കർത്താവ് തരുന്ന എത്ര ഭാരമുള്ളതാണെങ്കിൽ അതിന് ഭാരമില്ല. ഹല്ലേലൂയ. കാരണം അതിലും വലിയ ഭാരമാണ് കർത്താവ് നമുക്ക് വേണ്ടി ചുമന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തെ സ്തുതിക്കാനായിട്ട്, ആ ദൈവത്തെ ആരാധിക്കാനായിട്ട് നമ്മളിവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നിന്ന് നിങ്ങൾ സ്തുതിക്കുക എന്ന് വിളിച്ചു പറയേണ്ട ഒരു ആവശ്യവുമില്ല. ഓരോ ദൈവമക്കളും ദൈവത്തെ സ്തുതിക്കുക. നമുക്കറിയാം, കർത്താവ് രാജകീയ പ്രവേശനം നടത്തിയപ്പോൾ ഫരിസേയർ വന്നിട്ട് കർത്താവിനോട് പറയാണ്, ശിഷ്യന്മാരോട് മിണ്ടാതിരിക്കാൻ പറയാൻ. അപ്പോൾ കർത്താവ് പറയാണ്, ഇവര് നിശബ്ദത പാലിച്ചാൽ ഈ കല്ലുകൾ ആർപ്പ് വിളിക്കുമെന്ന്. നമ്മളിവിടെ മിണ്ടാതിരുന്നാൽ ഇവിടെ കിടക്കുന്ന ഈ ബെഞ്ചുകൾ ആർപ്പ് വിളിക്കും. ഹല്ലേലൂയ. ഒരു പക്ഷെ നമുക്കത് കേൾക്കാൻ സാധിച്ചെന്ന് വരത്തില്ല, പക്ഷേ ഈ സൃഷ്ടികൾ, സകല സൃഷ്ടികളും കർത്താവിനെ സ്തുതിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അവനെ സ്തുതിക്ക് യോഗ്യനാണ്. ഹല്ലേലൂയ. സർവ്വതും സൃഷ്ടിച്ച സർവശക്തനായ ഞങ്ങളുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത നമുക്കറിയാം. ഇന്ന് കോർപ്പസ് ക്രിസ്റ്റിയുടെ ദിവസമാണ്. ജീവന്റെ അപ്പമായി വന്ന യേശു തന്റെ ശരീരവും രക്തവും നമുക്ക് പകർന്നു തന്നതിന്റെ ഫീസ്റ്റ് ആചരിക്കുന്നത്. ആ ഫീസ്റ്റ് എല്ലാ ദിവസവും ആചരിക്കുന്നതാണ്. അതൊരു പ്രത്യേക ദിവസം സഭ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ആ ജീവന്റെ അപ്പത്തിന്റെ അതിഥികാരുടെ നാഥന്റെ എല്ലാ അനുഗ്രഹങ്ങളും സകലർക്കും നേരുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനാണ് എന്നാണ് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. ആ സമൃദ്ധിയുടെ ജീവൻ ഓരോ മക്കൾക്കും ലഭിക്കട്ടെ. ആടുകളുടെ വലിയ ഇടയനെ, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച സമാധാനത്തിന്റെ ദൈവം നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കട്ടെ, ധന്യരാക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനോട് ചേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് ഒന്നും സാധിക്കുകയില്ല. ഈ ഭൂമിയിൽ നമുക്കായി സഹായകനായിട്ട് തന്നിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെ. ദൈവത്തിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ്, മഹത്വത്തിന്റെ ആത്മാവ്, ആത്മാവ് ഇവിടെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അഭിഷേകം കടന്നു വരട്ടെ. ഹല്ലേലൂയ. പോലെ
മരുഭൂമിക്കടിയില് ഏലിയായിരുന്ന ഇസ്രായേലിന്റെ വരൾച്ച മാറാനായിട്ടിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കേട്ട വലിയ മഴയുടെ ഇരമ്പൻ പോലെ ഇന്ന് വലിയ അനുഗ്രഹത്തിന്റെ മഴ പെയ്യുന്ന ദിവസമാണ്. മഴ പോലെ പെയ്യുന്ന ദിവസമാണ്. ഹല്ലേലൂയ. മഴ പോലെ പെയ്തിറങ്ങി വാ, 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 മഴ പോലെ പെയ്തിറങ്ങി വാ. ഹല്ലേലൂയ. 72-ാം സങ്കീർത്തനത്തില് സോളമന്റെ സങ്കീർത്തനമാണ്. അതില് സോളമൻ താൻ രാജാവായിട്ട് പോലും രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, മറ്റൊരു രാജാവിന് വേണ്ടി. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ വെട്ടി നിർത്തിയ പുൽപ്പറങ്ങളിൽ വീഴുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വർഷം പോലെയും ആയിരിക്കട്ടെ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഇവിടെ തളർന്ന അവസ്ഥയിൽ കഴിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒക്കെ മക്കളുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് അവിടെ മഴയായിട്ട് പെയ്യുന്ന ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന് വെളിപാടിന്റെ പുസ്തകത്തില് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറയാണ്, സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. അവിടെ വെള്ള കുതിരയുടെ പുറത്ത് അതാ ഒരുവൻ, അവൻ അതിന്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവന്റെ നാമം ദൈവവചനം എന്നാണ്. അവന്റെ മേലങ്കിയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്. അവൻ രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമാണ്. ആ ഇസ്രായേലിന്റെ ആ രാജാവിനെയാണ് നമ്മൾ ഇവിടെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാതിരാജനായ ദൈവം, ഹല്ലേലൂയ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമുക്കായി മരിച്ച് സ്വന്തം രക്തം ചിന്തി നമ്മളെ നീതീകരിച്ച് നമുക്കായി ഇന്നും ജീവിക്കുന്ന സ്വന്തം ആത്മാവിനെ പകർന്നു തന്ന ആ യേശു ക്രിസ്തു, ഹല്ലേലൂയ. മറ്റൊരു രാജാവ് ഈ ലോകത്തിൽ ഭൗതികമായ രാജാക്കന്മാര് കാണും, പക്ഷെ നമുക്ക് ഒരേ ഒരു രാജാവേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ രാജാവിനെ നമ്മൾ ഇന്ന് ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. രാജാതിരാജന്റെ മുന്നിലേക്ക് നമുക്കിവിടെ കുനിയാനോ മുട്ടുകുത്താനോ ഒന്നും സാധിക്കുന്നില്ല. എങ്കിലും കണ്ണുകൾ അടച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് ദൈവമേ അവനെ ആരാധിക്കുക. അവൻ രാജാതി രാജാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ തിരു സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു, നിൻ തിരു സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. നിൻ ക്രിയയാലല്ല, നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. തന്റെ കൃപയാൽ നീക്കി നമ്മളെ ശുദ്ധീകരിച്ച് സ്വന്തം മക്കളാക്കി തീർത്ത കർത്താവ്, ഹല്ലേലൂയ. അവിടുന്ന് ചെയ്ത അത്ഭുത പ്രവൃത്തികളെ നമുക്ക് പ്രവർത്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലത്തിലേക്ക് നമ്മുടെ പാപങ്ങളെ നീക്കി
ഒരു നാളും മരിക്കുകയില്ല, അവൻ നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞവന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കായി ഇന്നും ജീവിക്കുന്ന ക്രിസ്തു. ഹല്ലേലൂയ. നേരത്തിലും എന്നെ തിരിയുകില്ല. നേരത്തിലും എന്നെ തിരിയുകില്ല. എന്നെ നടത്തുന്ന എന്നെന്നും പോലുള്ള നിൻ സ്നേഹമാകാമേ. എന്നെ നടത്തുന്ന എന്നെന്നും പോലുള്ള നിൻ സ്നേഹമാകാമേ. ചന്ദ്രമാണോ യേശു യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ
പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ എല്ലാവരും ചേർന്ന് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ
പ്രിയ സഹോദരങ്ങളെ, ഫാമിലി ട്രീ ഹീലിംഗിൻ്റെ ആ ഒരു ക്ലാസ്സാണ് നമ്മൾ തുടർന്ന് കേൾക്കുന്നത്. ഇന്നത്തെ സെഷൻ 2 പാർട്ടായിട്ടായിരിക്കുന്നത്. ഒന്ന്, ആദ്യത്തെ പാർട്ട് ഞാൻ എടുക്കുന്നു, രണ്ടാമത്തെ പാർട്ട് നമുക്ക് സേവ് ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ആന്തരിക സൗഖ്യത്തിലൂടെ നമുക്ക് വിടുതൽ ലഭിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ബന്ധനത്തിലൂടെ കടന്നു പോകുന്നെന്ന് വിചാരിക്കുക. അവർ ഒരു വിടുതൽ ശുശ്രൂഷയ്ക്കായിട്ട് ഒരു അച്ഛനെയോ ഒരു കന്യാസ്ത്രീയോ അല്ലെങ്കിൽ അൽമേരായ നമ്മളെപ്പോലെ ആരെങ്കിലും അവർ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ സെൽഫായിട്ട് ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു വിടുതൽ ഉണ്ടാകുന്നു. പക്ഷെ അത് വീണ്ടും കുറേ കഴിയുമ്പോഴത്തേക്കും അവരുടെ ജീവിതത്തിൽ അത് തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വരാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, കർത്താവ് പറയുന്നത് പോലെ ഒരു വ്യക്തിയിൽ നിന്ന് ദുഷ്ടാരൂപി പുറത്താക്കപ്പെടുമ്പോൾ അത് വിജനമായ സ്ഥലത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അല്പസമയം കഴിഞ്ഞ്, ദിവസങ്ങൾ കഴിഞ്ഞ് പഴയ ഭവനത്തിലേക്ക് കടന്നു വരാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഭവനം അടിച്ച് വൃത്തിയാക്കി എംറ്റി ആയിട്ടുണ്ട് കണ്ടാൽ അത് അതിൽ ഭീകരമായ 7 സ്പിരിറ്റുകളെ കൂടെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കും. ഈ ഭവനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയമാണ്. എംറ്റി എന്ന് പറയുന്നത് അവിടെ ഈശോ ഇല്ലാത്ത ഒരു ജീവിതമാണ്, പ്രാർത്ഥനയില്ലാത്ത, വിശുദ്ധിയില്ലാത്ത ജീവിതമാണ്. അങ്ങനെ കാണുമ്പോൾ പുറത്തുപോയ ദുഷ്ടാരൂപി അതിൻ്റെ കൂട്ടുകാരെ കൂടെ വിളിച്ച് അത് തിരിച്ചു വന്ന് താമസം ഉറപ്പിക്കും. അപ്പോൾ ആ വ്യക്തിയുടെ ജീവിത സ്ഥിതി മുമ്പിലും വളരെ ബാഡായിരിക്കും. ഇതൊരു റീസൺ. രണ്ടാമത്തെ റീസൺ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആന്തരിക മുറിവുകൾ, സൗഖ്യം പ്രാപിക്കാത്ത ആന്തരിക മുറിവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിലൂടെ വേറെ ഏതെങ്കിലും ദുഷ്ടാരൂപികളുടെ അറ്റാക്ക്, ഇമോഷണലായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ക്ഷമിക്കാൻ പറ്റാത്ത രീതി ഉണ്ടോ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ദുഷ്ടാരൂപികളുടെ അറ്റാക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഈ ബന്ധനങ്ങളെ ദുഷ്ടാരൂപികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ചാലും ആ ആന്തരിക മുറിവുകൾ എന്ന ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന മുറിവ്, വൈകാരിക തലങ്ങളിലുള്ള മുറിവ് അവിടെ ഓപ്പണായി കിടക്കുന്നുണ്ട്. ആ മുറിവുകളിലൂടെ വീണ്ടും ദുഷ്ടാരൂപികൾ കടന്നു വരും. ഒരു ഭിത്തിയിൽ വിള്ളലുണ്ടെങ്കിൽ അതിനകത്ത് ഇൻസെക്ട്സ് കയറി, അത് മറഞ്ഞിരിക്കാനുള്ള ഒരു നല്ലൊരു സ്ഥലമാണ് അവർക്ക്. എന്ന് പറഞ്ഞ പോലെ വൈകാരിക തലങ്ങളിൽ നമുക്ക് മുറിവുകളുണ്ടെങ്കിൽ ആ മുറിവ് ഉണങ്ങാതെ നമ്മളത് വളർത്തിക്കൊണ്ടോ അത് ചുമന്നുകൊണ്ട് ജീവിതം മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ദുഷ്ടാരൂപികൾ നമ്മെ സ്വാധീനിച്ചിരിക്കും. പൊസഷൻ ഞാൻ പറയത്തില്ല, പൊസഷൻ പറഞ്ഞാൽ ഒരു ടേക്കവറാണ്. ദുഷ്ടാരൂപികളുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കും. ഒരു ഉദാഹരണം പറയാണ്. ഒരു കുടുംബം നല്ല കാശുള്ള ഒരു കുടുംബമാണ്. ഈ ചേട്ടൻ വന്നിരിക്കുന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ ചുമ്മാ മറ്റുള്ളവരെ കുറ്റം പറയും, തെറിയൊക്കെ പറയും, ബഹുമാനമില്ലാത്ത വാക്കുകളൊക്കെ ഇവരൊക്കെ പറയും. ഈ ചേച്ചി, അദ്ദേഹത്തിൻ്റെ വൈഫ് വന്നിരിക്കുന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ വാല്യൂസ് ഉള്ള കുടുംബമാണ്. ഇവർക്കും അത്യാവശ്യം സമ്പത്തൊക്കെ ഉണ്ട്. പക്ഷെ ഇവർ വളരെ ബഹുമാനത്തോടെ എല്ലാവരോടും പെരുമാറും, ആരെയും നോവിപ്പിക്കുന്ന വാക്കുകൾ പറയില്ല, വളരെ എളിമയോടുകൂടി വളരെ കംഫർട്ടബിളായിട്ട് എല്ലാവരെയും പൊലൈറ്റായിട്ടാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. ചീത്തവിളി എന്നുള്ളൊരു വാക്ക് അവരുടെ കൾച്ചറിലില്ല. ഇത് 2 പശ്ചാത്തലത്തിലുള്ള 2 പേർ ചേർന്ന് വിവാഹത്തിലൂടെ കുടുംബജീവിതം തുടങ്ങുന്നു. ഈ ചേട്ടൻ മുമ്പുള്ളതുപോലെ തന്നെ എല്ലാവരും അവരുടെ ഫാമിലി ബാക്കിലുള്ളതുപോലെ ഇദ്ദേഹം ചെറിയൊരു കാര്യം വന്നാലും ദേഷ്യപ്പെട്ട് ഈ ചേച്ചിയെ ചീത്ത വിളിക്കും. ആദ്യമൊക്കെ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, കാര്യം ചീത്തവിളി അവർ കേട്ടിട്ടേ ഇല്ല ജീവിതത്തിൽ. പക്ഷേ ഇപ്പോൾ സ്വന്തം ഹസ്ബൻഡ് ചെറിയൊരു തെറ്റിന് പോലും വളരെ ചീത്ത വിളിച്ചിട്ട് ദേഷ്യപ്പെടുക. ആദ്യമൊക്കെ ഇവർ പ്രതികരിക്കാതെ ഒത്തിരി കരയുമായിരുന്നു. കുറേ കഴിയുമ്പോഴത്തേക്കും അതൊരു ആന്തരിക മുറിവായിട്ട് മാറും. ഓരോ ചീത്ത വിളിയും ഒരു പ്രിക്കാണ്. ഇങ്ങനെ ഒരു ദിവസം 2-3 പ്രിക്ക് കിട്ടുക. ആ ഉണ്ടായ മുറിവിൽ തന്നെ വീണ്ടും കുത്തുകയാണ്. അങ്ങനെ ആയപ്പോഴത്തേക്കും ഉണങ്ങാൻ പോലും സമയമില്ല, ഉണങ്ങാൻ പറ്റാത്തൊരു വ്രണമായിട്ട് അത് മാറുന്നു. അപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമാകുന്നു, ഇവർ ഡിപ്രഷനിലോട്ട് പോകുന്നു, ഇനി വീട്ടിലോട്ട് തിരിച്ചു പോയാലോ ചിന്തിക്കുന്നു. അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ. വീണ്ടും അതേ കുത്തിക്കൊണ്ട് 10 പ്രാവശ്യം പറഞ്ഞിട്ടും പുള്ളിയുടെ നേച്ചറിൽ മാറ്റമില്ല. പ്രിയ സഹോദരങ്ങൾ, ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവർ കടന്നു പോകുന്ന അവസ്ഥ ആന്തരിക മുറിവാണ്. ഈ ആന്തരിക മുറിവ് കാരണം
അത് ഉണ്ടാക്കുന്ന വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അത് അവരുടെ ഭർത്താവാണ്. അദ്ദേഹമാണെങ്കിലും ഒട്ടും ഇതിനെ പരിഗണിക്കുന്നില്ല. മാറണമെന്ന ഒരു ചേഞ്ച് വരുത്തുന്ന ഒരു എഫർട്ട് എടുക്കുന്നില്ല. സോ ഇതിങ്ങനെ തുടരുകയാണ്. കുറെ കഴിയുമ്പോഴത്തേക്കും ഒരു 1-2 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ ചേച്ചി അദ്ദേഹം വിളിക്കുന്ന പച്ചത്തെറി പോലെ ഇവർ വിളിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെക്കാൾ കൂടുതൽ തെറി ഇദ്ദേഹം പറയാൻ തുടങ്ങി. പബ്ലിക്കിലും ആൾക്കാർ കേൾക്കുന്ന രീതിയിലും ഇവർ തെറി വിളിക്കാൻ തുടങ്ങി. അത് നാണക്കേടായി. പുള്ളിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി, വിഷമമായി. അദ്ദേഹം മാറാൻ ഇനി വിളിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് മാറാൻ പറ്റുന്നില്ല. അത്രയ്ക്കും വെറുപ്പും ദേഷ്യവും വിദ്വേഷവും പകയുമാണ് ഹസ്ബൻഡിനോട്. അതുപോലെ മുറിവേൽപ്പിച്ച ഒരു വാക്കുകൾ പറയുന്ന ആയതുകൊണ്ട് മുറിവ് ഉണങ്ങുന്നില്ല, അത് വർദ്ധിച്ചിരിക്കുക. ഇപ്പം ഇത് എന്ത് പറ്റി? ഇവിടെ ഒരു ആന്തരിക മുറിവ് മാത്രമല്ല എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ആന്തരിക മുറിവുകൾ ഉണങ്ങാതെ ഇരിക്കുന്നു. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ മനസ്സിലുണ്ട്. വിദ്വേഷം അല്ലെങ്കിൽ പക അവരോട് ഇവരുടെ ജീവിത പങ്കാളിയോട് ഉണ്ടെന്ന് ആ സ്ത്രീക്ക് ഉണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഈ ഒരു വാതിലിലൂടെ, ആന്തരിക മുറിവ് എന്ന് പറയുന്ന ഒരു വാതിലിലൂടെ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയുന്ന ഒരു വാതിലിലൂടെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന പൈശാചിക ശക്തികൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഇപ്പോൾ ആന്തരിക മുറിവുകൾ ഫ്യൂവലാണ്, ഇന്ധനമാണ്. ദുഷ്ടാരികൾ കൂടി ചേർന്ന് അതിനെ കൺട്രോൾ ചെയ്യുകയാണ്. ഇപ്പം ഇവരുടെ വ്യക്തിത്വത്തിൽ പൈശാചികത കടന്നു വന്നു. കൊല്ലും, കുത്തും, ഇടിക്കും, തകർക്കുന്ന വാക്കുകൾ തുടങ്ങി. അതുപോലെയാണ് അവർ പ്രതികരിക്കുന്നത് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാനും പറ്റുന്നില്ല. എത്ര പ്രാർത്ഥിച്ചാലും ഇവർ കാര്യം ഓർക്കും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇപ്പം ഈ ആന്തരിക മുറികളിലൂടെയുള്ള പെയിന് ഓരോ പ്രാവശ്യം ഓർമ്മിപ്പിച്ച് അതിനെ ഡ്രൈവ് ചെയ്തത് ആരാണ്? പൈശാചിക ശക്തികളാണ്. ക്ഷമിക്കാൻ പറ്റത്തില്ല, കൺട്രോൾ ചെയ്യാൻ സെൽഫ് കൺട്രോൾ പറ്റുന്നില്ല. ഇവർ ആവർത്തിച്ച് ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എക്സ്ട്രീമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതുപോലത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ആന്തരിക സൗഖ്യ പ്രാർത്ഥന കൊണ്ട് മാത്രം ഈ കേസിന് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ആന്തരിക മുറിവ് ഒരു വാതിലായിരുന്നു പൈശാചിക ശക്തികൾക്ക്. ഫസ്റ്റ് കുടുംബത്തിലെ സാഹചര്യം, ആ വ്യക്തി അദ്ദേഹം മാറുന്നില്ല. അതുകൊണ്ട് ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാൾ വിക്ടിമാവുകയാണ്. എന്നിട്ട് അവരത് ഓവർകം ചെയ്യുന്നതിന് മുമ്പ് തന്നെ മനസ്സിന് അടുത്ത ലെവലിലോട്ട് പൈശാചിക ശക്തികൾ ഇവരുടെ ആന്തരിക മുറിവുകളെ ആസ്പദമാക്കി പ്രവർത്തിച്ചു തുടങ്ങി. ഇപ്പൊ അവരുടെ ആ ബ്രോക്കൺ മുറിവേറ്റ മേഖല ദുഷ്ടാരൂപികളുടെ കൺട്രോളിലാണ്. അതുകൊണ്ട് നിയന്ത്രണമില്ലാത്ത വാക്കുകൾ, പ്രതികാര ചിന്തകൾ, എന്തും ചെയ്യാൻ തയ്യാറുള്ള ലെവലിലോട്ട് കാര്യങ്ങൾ പോകുന്നു. ഇവർ അങ്ങനത്തെ കുടുംബത്തിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ല, ഇങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ചവരല്ല, അങ്ങനെ ഒരു ലെവലിൽ പോകേണ്ട താല്പര്യമുള്ള വ്യക്തിയുമല്ല. ഇതെങ്ങനെ സംഭവിച്ചു? പ്രിയ സഹോദരങ്ങളെ, മുറിവേറ്റ മനസ്സ്, ആന്തരിക മുറിവ് ഉണങ്ങാതെ ദീർഘകാലം നമ്മൾ ചുമന്ന് നടക്കുകയാണെങ്കിൽ അത് ദുഷ്ടാരൂപികൾ മണത്തെറിഞ്ഞ് അവരതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ പൈശാചിക വ്യക്തിത്വം നമ്മളിലേക്ക് കടന്നു വരും. പൈശാചികത നമ്മുടെ വാക്കില്, നമ്മുടെ നോട്ടത്തില്, നമ്മുടെ ചിന്തകളില്, തീരുമാനങ്ങളില് പ്രതികാരമായി, അതുപോലെ പൈശാചികത നമ്മുടെ നേച്ചറിൽ കടന്നു വരും. ഇപ്പോൾ ആന്തരിക മുറിവ് പ്ലസ് പൈശാചിക ശക്തിയുടെ സ്വാധീനം രണ്ടും കൂടിയാണ്. ഇത് ഡീൽ ചെയ്യണമെങ്കിൽ ഒരു ഡെലിവറൻസ് വേണം. അപ്പൊ ഈ ആന്തരിക മുറിവുകൾക്ക് സൗഖ്യം ഉണ്ടാകരുത് എന്ന് ഈ ദുഷ്ടാരൂപികൾ അതിനെ കാവൽ ചെയ്ത് അതിനെ ഒരു ഗാർഡിയൻ പോലെ നിന്നുകൊണ്ട് വേറൊരു കാറ്റഗറി ദുഷ്ടാരൂപികൾ അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. ട്രീറ്റ്മെന്റ് വേണ്ട, കൊടുക്കത്തില്ല, സമ്മതിക്കത്തില്ല, മുറി ഉണങ്ങാൻ സമ്മതിക്കത്തില്ല. മുറി ഉണങ്ങിയാൽ പെട്ടെന്ന് അവിടെ മനസ്സാന്തരം വരും, അത് സമ്മതിക്കത്തില്ല. അപ്പോൾ അടുക്കാൻ പറ്റത്തില്ല. കൗൺസിലിംഗ് വിളിച്ചാൽ പോലും അതിനെപ്പറ്റി സംസാരിക്കേണ്ട, മടുത്തു. എത്ര ഇത് 31 കൗൺസിലർ അതും വേണ്ട, അടുക്കാൻ പറ്റത്തില്ല. കാര്യം ആ മുറിവിലെടുത്തോളം ഇവർ പിശാചിന്റെ സ്വാധീനത്തിലാണ് ഇവർ കഴിയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആദ്യം ഡീൽ ചെയ്യേണ്ടത് മുറിവ് ഉണങ്ങുന്നതിന്, ആന്തരിക സൗഖ്യത്തിനെ റെസിസ്റ്റ് ചെയ്യുന്ന, എതിർക്കുന്ന, ആ ഗാർഡിയൻസിനെ പോലെ നിൽക്കുന്ന ദുഷ്ടാരൂപികളെ ഒരു വിടുതൽ ശുശ്രൂഷയിലൂടെ, ബന്ധന പ്രാർത്ഥനയിലൂടെ ബന്ധിച്ച് ബഹിഷ്കരിക്കണം. രണ്ടാമത്, ഇവർക്ക് ആന്തരിക മുറിവ് വരാൻ കാരണമായിരിക്കുന്ന സാഹചര്യങ്ങൾ, ഇവർ വിവാഹം കഴിച്ചു വന്ന വീട്, ആ കുടുംബം, ഭർത്താവ് എന്ന് പറഞ്ഞ വ്യക്തി, ഇങ്ങനെ ഇവരെല്ലാം ക്ഷമിക്കാനായിട്ട് അവർ നമ്മളെ സഹായിക്കണം. അപ്പോൾ വീണ്ടും പ്രശ്നം വരും.
ക്ഷമിക്കുന്നതിനെ എതിർക്കുന്ന ദുഷ്ടാരൂപികളുണ്ട്, സാത്താന്റെ ദൂതന്മാർ. അവർ വന്ന് സ്റ്റോപ്പ് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. അപ്പൊ അവരെ ഡീൽ ചെയ്യേണ്ടി വരും. അത് ഡീൽ ചെയ്യണമെങ്കിൽ വെറും ആന്തരിക സൗഖ്യ പ്രാർത്ഥന ചെയ്തവർക്ക് മാത്രം പറ്റത്തില്ല, ഡെലിവറൻസ് മിനിസ്റ്റേഴ്സ് വേണം. ഉടനെ അതിനെ ബന്ധിച്ച് പരിഷ്കരിക്കുമ്പോൾ ആ ഏരിയ ഓപ്പണായി അവർ പെട്ടെന്ന് ക്ഷമിക്കാനും സ്നേഹിക്കാനും തുടങ്ങും. ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിലൂടെ അറിഞ്ഞ് പ്രാർത്ഥിച്ച് ഗൈഡൻസിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ് ആന്തരിക, അതായത് ദീർഘകാലമായിട്ട് മുറിവായിട്ട് കിടക്കുന്ന ഒരു ആന്തരിക മുറിവ് ഉണങ്ങണമെങ്കിൽ, സൗഖ്യം പ്രാപിക്കണമെങ്കിൽ ഡെലിവറൻസ് ശുശ്രൂഷയുടെ സഹായമില്ലാതെ അത് ചെയ്യാൻ പറ്റില്ല. അതാണ് ചില പ്രതികാരം തലമുറകളോട് നിൽക്കാൻ കാരണം. ഈ പ്രതികാര ചിന്തകളെ അല്ലെങ്കിൽ റിവെഞ്ച് ഫീലിങ്ങിനെ ഉണർത്തി 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 അവർ അടുത്ത തലമുറ, അതിൻ്റെ ഫോളോയിങ് തലമുറ ഇങ്ങനെ കൊണ്ടുപോകുന്ന നമുക്കറിയാം. ചില രാജാക്കന്മാരുടെ കുടുംബത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രതികാരം 2, 3, 4 തലമുറകൾ ഒരു പ്രതികാരമാണ്. കൊല്ലുന്നു. ഇവിടേക്ക് പ്രവർത്തിക്കുന്നത് ആന്തരിക മുറിവുകളെ ആസ്പദമാക്കി അതിനെ ഇനിയും കൂടുതൽ വേഴ്സാക്കാനായിട്ട് പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളുടെ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ആന്തരിക സൗഖ്യം, ഡീപ്പായിട്ടുള്ള ഇന്നർ ഹീലിംഗ് വേണമെങ്കിൽ നമ്മൾ ഡെലിവറൻസിനെ കുറിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു വേണ്ട അറിവും ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ധ്യാനത്തിൽ നടന്ന സംഭവമാണ്. പലരും വന്നിരുന്നു. ഇപ്പോൾ ഡെലിവറൻസ് റിട്രീറ്റായിരുന്നു ഗോവയിൽ വെച്ചാണ്. അവർ റിട്രീറ്റ് നടത്തുമ്പോൾ ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. അവരൊരു ഗസറ്റഡ് ഓഫീസറാണ്. ഗോവ ചെറിയ സ്റ്റേറ്റാണ്, ഒരു കോട്ടയം ജില്ലയുടെ അത്രയേ ഉള്ളൂ. പക്ഷേ എല്ലാവരും അറിയാം. ഓഫീസർമാർ വിട്ട് ഈ ചീഫ് മിനിസ്റ്ററിന് താഴത്തുള്ള എല്ലാവരും അറിയാം. അതുപോലെ ചെറിയൊരു ജില്ലയുടെ ഒരു ഏരിയ ഉള്ളൂ, പക്ഷെ ഒരു സ്റ്റേറ്റും കൂടിയാണ്. ഇവർ ഗസറ്റഡ് ഓഫീസറാണ്. ഒരു റിട്രീറ്റിൽ, നമ്മുടെ SRMന്റെ ടീമിൻ്റെ റിട്രീറ്റ് നടക്കുകയാണ്. ഇവർ പെട്ടെന്ന് മാനിഫെസ്റ്റായി, കൺട്രോൾ വിട്ടു. അങ്ങനെ ഭയങ്കര ബഹളവും കൂക്കുവിളിയൊക്കെ ആയിരുന്നു. ബഹളം വെച്ച് എല്ലാ കാസ്റ്റും അവസാനം ബന്ധിച്ച് ബഹിഷ്കരിച്ചപ്പോൾ എല്ലാം അവർക്ക് പൂർണ്ണമായ വിടുതലുണ്ടായി. അവരതിൽ നിന്ന് കർത്താവ് സൗഖ്യം പ്രാപിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് സന്തോഷമായിരിക്കാറ്. റിട്രീറ്റ് കഴിഞ്ഞു. അവസാനത്തെ ദിവസം പലരും ചോദിച്ചു, ഹേയ് നിനക്ക് എന്ത് പറ്റി? എന്നാലും ഇങ്ങനത്തെ ഇത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ദുഷ്ടാരൂപികളെ നീ എങ്ങനെ ചുമന്ന് നടന്നു? എന്നാൽ നീ പറഞ്ഞ വാക്കുകളൊക്കെ എത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് നീ വിളിച്ചു പറഞ്ഞത്. ഇതെന്താ നിനക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരു ക്യൂരിയോസിറ്റിയിൽ, ഒരു സഹതാപം കാണിക്കുന്ന രീതിയിൽ അങ്ങോട്ട് പല സ്ത്രീകളും ചോദിച്ചു. ഇത് ഇവർക്ക് മുറിവേറ്റു. ഇവരെ ശ്രമിക്കാൻ പറ്റിയില്ല. ഇവരെ ഹ്യൂമിലിറ്റി ചെയ്തായിട്ട് അവഹേളനം കാണിച്ച്, ഇവരോട് ഹ്യൂമിലേഷൻ കാണിച്ചായിട്ട്, ഇവരെ ഹ്യൂമിലിറ്റി ചെയ്യാനായിട്ട് മനഃപൂർവ്വം ചോദിച്ചായിട്ട് ഒരു മനസ്സ് ധരിച്ചു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞില്ല, വീണ്ടും ഇവരെ ദുഷ്ടാരൂപികൾ ടേക്ക് ഓവർ ചെയ്തു. പഴയ സെന്ററിനാൽ തിരിച്ചു വന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ക്ഷമിക്കാൻ പറ്റിയില്ല. അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഒരു ഗേറ്റ് വേ, ഒരു ഡോർ വേ, ഒരു വാതിൽ ഇവർ തുറന്നു കൊടുത്തു. അപ്പോഴത്തേക്കും ആ ഭവനത്തിലേക്ക് വിട്ടുപോയ ദുഷ്ടാരൂപികളുടെ കൂട്ടുകാരെല്ലാം വന്ന് തിരിച്ചു പിടിക്കുന്നു. ഇപ്പൊ തിരിച്ചടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മുറിവുണ്ടായാൽ മതി, അത് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അത് വളർത്തി വെച്ചിരിക്കുക, ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ അതിൽ കൂടെ വിട്ടുപോയ ദുഷ്ടാരൂപികളോ അതിന്റെ ദൂതന്മാരോ അവരുടെ കൂട്ടുകാരോ ഇതെല്ലാം ഒരു സാധാരണ രാജ്യത്തിന്റെ പാർട്ടാണ്. അപ്പൊ ഒന്ന് പോയാലും മറ്റു വേറൊന്ന് വരും. അവർ കൊണ്ട് ടേക്ക് ഓവർ ചെയ്യും. ഇപ്പൊ വീണ്ടും അവർ പ്രോസസ്സായി. വേറൊരു സംഭവത്തില് എനിക്കറിയുന്ന ഒരു കുടുംബം ഗോവയിൽ തന്നെയാണ്. ഒരു ദിവസം ആ വീട്ടില് ആ സ്ത്രീ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. രാത്രിയാണ്. ഹസ്ബൻഡ് ഔട്ട് ഓഫ് സ്റ്റേഷൻ എന്തോ പോയിരിക്കുക, മക്കൾ വരെ പഠിക്കുക. അവർ വീട്ടിലില്ല, ഒരു ഒറ്റയ്ക്കാണ് വീട്ടിൽ. വെളുപ്പിന് ഏതാണ്ട് 3 മണിക്ക് ഭയങ്കരമായിട്ട് ഒരു വണ്ടി ക്രാഷ് ആവുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ ഇവരുടെ വീടിരിക്കുന്നത് റോഡിൻ്റെ മുകളിൽ ചെറുതായിട്ട് തിട്ട പോലെ ഒരു സ്ഥലം, ഒരു സ്ലോപ്പ് പോലെ, അതിൻ്റെ മുകളിലാണ് ഇവരുടെ വീട്. ഒരു 10-15 സ്റ്റെപ്പ് കയറണം റോട്ടിൽ നിന്ന്, എന്നാലേ വീടിൻ്റെ മുറ്റം കിടത്തുള്ളൂ. ഇവർ ഒരു രാത്രി അതിരാവിലെ 3 മണിക്ക് ഈ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും ഇവരുടെ കോമ്പൗണ്ടിലോ ഇവിടെ ഇടിച്ചതുപോലെ അവർക്ക് കേട്ടത്. ഉടനെ അവർ കഥവ് തുറന്ന് ഓടി വന്ന് വെളിയിൽ നോക്കി. ഒന്നത് ആ സൗണ്ട് കേട്ടിപ്പോൾ ഞെട്ടി. നമ്പർ 1 ഭയപ്പെട്ടു. ഓടി വന്നപ്പോഴത്തേക്കും ഒരു കാറ് ഇവരുടെ കോമ്പൗണ്ടിൽ ഇടിച്ച് ഫ്രണ്ട് എല്ലാം സ്മാഷായി കിടക്കുക.
അതിനകത്തേക്ക് ഇവർ നോക്കുമ്പോൾ 2 ചെറുപ്പക്കാർ ബ്ലഡിൽ നിൽക്കുക. മുഖമെല്ലാം അവർക്ക് ബ്ലഡായി, എയർ ബാഗ് ഒന്നുമില്ല, ബ്ലഡായി. ഇത് കണ്ടപ്പോൾ അവർ ഞെട്ടി. എങ്ങനെ സഹായിക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ അവർക്ക് ഓടുന്നില്ല. ഇവർ ശരിക്കും പേടിച്ച് അവർ ഉടനെ തിരിച്ച് സഹായിക്കുന്ന വീട്ടിലോട്ട് ഓടിയിട്ട് ഇവർ ഇച്ചിരി സമയമെടുത്ത് ഇവർ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചിട്ട് തിരിച്ചു വന്നു. ഇതിനിടയ്ക്ക് സൗണ്ട് ഭയങ്കര ക്രാഷ് ആയതുകൊണ്ട് അയൽവക്കക്കാരെല്ലാം ഓടി വന്നു സഹായിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തി. ഭാഗ്യത്തിന് ആ പിള്ളേർക്കൊന്നും പറ്റിയില്ല. ചെറുപ്പക്കാർ വെള്ളം അടിച്ചിട്ട് കാറും കൊണ്ട് ഇങ്ങനെ സ്പിൻ ചെയ്യാനായിട്ട് റൗണ്ടിൽ ഇറങ്ങിയതാണ്. അതിനുശേഷം ഒരു പ്രശ്നമില്ലാതെ സ്ത്രീക്ക് അല്പം കഴിയുമ്പോഴത്തേക്കും ശരീരത്തിൽ ഭയങ്കര വേദന, അസ്വസ്ഥതകളാണ്. അപ്പോൾ നമ്മുടെ റിട്രീറ്റിൽ അവർ വരുക. അപ്പോൾ കണ്ടപ്പോൾ തന്നെ അറിയാം ഇതൊരു ദുഷ്ടാരൂപിയുടെ അറ്റാക്ക് ഉണ്ടെന്ന്. അവർ പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. നിൽക്കാൻ പറ്റുന്നില്ല, അതുപോലെ ആടി കറങ്ങി ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക. അവരുടെ ജീവിത പങ്കാളി അവരുടെ അയൽവക്കക്കാരെല്ലാം അന്തം വിട്ട് നിൽക്കുകയാണ്. ഇവളാണോ ഇങ്ങനെ ചെയ്യുന്നത്? ഇവിടെ നല്ല 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 ഡീസൻ്റ് ആയിട്ടുള്ള സ്ത്രീയാണ്, ഒരു ഗവൺമെൻറ് ഒരു ഇതിൽ എംപ്ലോയിയുമാണ്. അങ്ങനെ വേറെ അനാവശ്യ കാര്യങ്ങൾ പോകാനായിട്ടും ചെയ്യാനുള്ള സമയമില്ല. അവർ ഫുൾ ടൈം ഒക്കെ ജോലിയാണ്. അപ്പോൾ ഇവർക്ക് അറിയുന്നില്ല. എന്തായാലും ഡെലിവറൻസ് നടന്നു, അവർക്ക് പൂർണ്ണമായ ഡെലിവറൻസ് നടന്നു. അതോടുകൂടി നടുവേദന, പെടലി വേദന ഇതെല്ലാം അപ്പം തന്നെ ദൈവം സൗഖ്യമാക്കി. അപ്പോൾ അവർ ചോദിച്ച ചോദ്യമുണ്ട്. അതേ ഒരു ദേവദാസനാണ് ഹസ്ബൻഡ്. ബ്രദറെ, എങ്ങനെയാണ് എൻ്റെ വൈഫിന് ഇത്രയ്ക്കും ഹയർ ലെവലായിട്ടുള്ള സ്പിരിറ്റ് പൊസസ് ആകാൻ കാരണം എന്താണ്? ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഇമോഷണൽ ബ്രോക്കൺനെസ്, വൈകാരിക തലങ്ങളിലുണ്ടായ മുറിവുകൾ, പേടി. ഇവർ പേടിച്ചു. ഭയം ഒരു ഡോർവേയാണ്. പിന്നെ വീണ്ടും ഭീഷണി പോലെ ഇവർ കണ്ടു. ഇവരുടെ ഉള്ളിൽ മരണഭയം വന്നു. ഞാൻ മരിച്ചു പോകും. കാരണം കാർ ക്രാഷ് ഞാൻ സ്വന്തം വീട്ടിൽ മുറ്റത്ത് നടന്നിരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും പറ്റുമെന്നൊരു മരണഭയം. ആ ഭയം എന്ന് പറയുന്ന വാതിലിലൂടെ ദുഷ്ടാരികൾ ഇവരിലേക്ക് ഇവരെ വന്ന് പീഡിപ്പിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പിന്നെ മരണഭയം വന്നു. ഇവർ ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയായിരുന്നു. ഡെലിവറൻസോടുകൂടി തീർന്നു. ഡെലിവറൻസ് മാത്രമല്ല, ആന്തരിക സൗഖ്യ പ്രാർത്ഥനയും ചെയ്യേണ്ടി വന്നു. ഭയം എന്ന ഒരു ഇമോഷണൽ ഒരു ഇത് അത് ചെയ്തതോടുകൂടി അവരുടെ ആ എക്സ്പെക്റ്റഡ് അറ്റാക്ക് തീർന്നു. ഇത് ഒരിക്കലല്ല, 2-3 പ്രാവശ്യം പാർശ്വമായിട്ട് ഇത് ചെയ്യേണ്ടി വന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൻ്റെ സമനില ബാലൻസ്ഡ് ആയിരിക്കണം. എപ്പോഴും ചിന്തകൾ ബാലൻസ്ഡ് ആയിരിക്കണം. നമ്മുടെ തീരുമാനങ്ങൾ ബാലൻസ്ഡ് ആയിരിക്കണം. നമ്മുടെ ആത്മസംയമനം പ്രാപിച്ചവരായിരിക്കണം. എപ്പോഴെങ്കിലും കൺട്രോൾ വിട്ടാലോ ആ മൂമെന്റ് ദുഷ്ടാരൂപി ടേക്ക് ഓവർ ചെയ്യും. കൺട്രോൾ വിടുമ്പോൾ ആ ഒരു ഏരിയ, ആ സോൺ ദുഷ്ടാരൂപി കടന്നു വരാൻ തുറന്നു കൊടുക്കുന്ന വാതില. പിന്നെ നമ്മുടെ കയ്യിൽ കാര്യങ്ങൾ ഇരിക്കത്തില്ല. അതിൻ്റെ കോൺസിക്വൻസ് മുഴുവനും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പ്രിയ സഹോദരങ്ങളെ, ബാംഗ്ലൂരിൽ ഒരു സംഭവം പറയാം. ബാംഗ്ലൂർ രാജ്കുമാർ എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നടനുണ്ടായിരുന്നു. അദ്ദേഹം കന്നഡ നടനാണ്. ഈ രാജ്കുമാർ ഏജിങ് ആയി. വീരപ്പൻ പണ്ട് കിഡ്നാപ്പ് ചെയ്ത സെയിം രാജ്കുമാർ തന്നെയാണ്. പ്രായമായി അദ്ദേഹം ഒരു ദിവസം മരിച്ചു. നാച്ചുറൽ ഡെത്ത്, ഏജിങ് ആണ് പ്രോബ്ലം. പക്ഷേ ഈ രാജ്കുമാറിന്റെ ദൈവത്തെ പോലെ തമിഴ്നാട്ടിലെ MGRന്റെ ഒരു പോപ്പുലാരിറ്റി പോലെ ഇദ്ദേഹത്തിന് കർണാടകത്തിൽ അതുപോലെ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ വില്ലേജിലുള്ള പല കന്നഡിക അവർ ഭയങ്കര ബുദ്ധിമുട്ടി വിഷമത്തിൽ രാജകുമാർ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര മോർണിംഗ് ദുഃഖാചരണമാണ്. അപ്പോൾ ഗവൺമെൻറ്റും ദുഃഖാചരണം 3 days സ്റ്റേറ്റ് മോർണിംഗ് നിന്ന് പ്രഖ്യാപിച്ചു. അത് അത്രയ്ക്കും പോപ്പുലർ നടനാണ്. പുള്ളൊരു ഒരു 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 അറിയാൻ പറയണ്ട MGR പോലെ വിചാരിച്ചോ. അപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിൽ ഈ കന്നഡികൾ എല്ലാവരും അപ്സെറ്റായി വെളിയിലോട്ട് വന്ന് ലഹള തുടങ്ങി, ലൂട്ടിങ് തുടങ്ങി. ലൂട്ടി എന്ന് പറഞ്ഞാൽ അവർ വേറെ ഭാഷക്കാരെ അറ്റാക്ക് ചെയ്തില്ല. പക്ഷേ അവർ റോഡ്, ബസ്സൊക്കെ തടഞ്ഞു, ട്രെയിൻ തടഞ്ഞു നിർത്തി. ഒരു സംഭവം നടക്കരുത്, മൊത്തത്തിൽ സ്തംഭിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ സംഖ്യ കൂടിക്കൂടി വരുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാണ്ടറി ഒരു ധൈര്യം വരുമല്ലോ. അങ്ങനെ കല്ലുകൾ എറിഞ്ഞ് ബസ്സുകളെല്ലാം തകർത്തു. ചില വണ്ടികൾ തീ വെച്ചു. കടകളെല്ലാം അവർ തകർത്തു. കട ഷട്ടറൊക്കെ പൊളിച്ചു. അവർ അവിടെയുള്ള ഫ്രിഡ്ജ് മുതൽ സാധാരണ എല്ലാ കാര്യങ്ങളും ലൂട്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുക പ്രസ്സല്ല. ഗവൺമെൻറ് പറയുകയാണ് അവരൊന്നും ചെയ്യേണ്ട, അവർ ഭയങ്കര ഫ്രസ്ട്രേഷനാണ്,
ആ ഫ്രസ്ട്രേഷൻ വെളിപ്പെടുത്തുന്നത് പോലീസുകാർ ആക്ഷൻ എടുക്കാനും അവിടുത്തെ മന്ത്രിസഭ വിടുന്നില്ല. അവർ പാവജനങ്ങളാണ്, അവർ ഫ്രസ്ട്രേഷൻ വെളിപ്പെടുത്തുവാണ്, വിട്ടേക്ക് എന്ന്. ഇത് കൂടി വന്നപ്പോഴത്തെ നാഷണൽ മീഡിയയൊക്കെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി. ബാംഗ്ലൂർ പോലത്തെ വലിയ സിറ്റിയിൽ ഫ്രീ ഹാൻഡായിട്ട് ക്രിമിനൽസിനെ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നഷ്ടം കൊടുക്കുന്ന രീതിയിൽ ടി വിയിലൊക്കെ ചർച്ച വന്നു. അപ്പോഴത്തേക്കും നാഷണൽ ലെവലിൽ ഇത് അറ്റൻഷൻ വന്നപ്പോഴത്തേക്കും കേന്ദ്രം ഇടപെടാൻ തുടങ്ങി. ഉടനെ മന്ത്രിസഭയിലെ CM പറഞ്ഞു, ചീഫ് മിനിസ്റ്റർ പറഞ്ഞു, അല്ല നിങ്ങൾ അത് ഉപദ്രവിക്കുന്ന എല്ലാവരും പോലീസ് ഫ്രീ ഹാൻഡ് കൊടുത്ത് നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്തു. അങ്ങനെ പോലീസ് കമ്മീഷൻ എന്ത് ചെയ്തു? ആക്ഷൻ എടുക്കരുത്, ഉപദ്രവിക്കരുത്. ആദ്യത്തെ ഓർഡർ അതായിരുന്നു ചീഫ് മിനിസ്റ്ററുടെ അല്ലെ മന്ത്രിസഭയുടെ. അപ്പോൾ അവിടുത്തെ കമ്മീഷണറായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്താ ചെയ്തു? അവിടെയുള്ള എല്ലാ സ്റ്റുഡിയോയിലുള്ള ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ വീഡിയോഗ്രാഫേഴ്സിനൊക്കെ അദ്ദേഹം വാടകയ്ക്ക് എടുത്തു. എന്നിട്ട് ഓരോ കവലയിലും ഉയർന്ന ബിൽഡിങ്ങിൽ മേളിൽ ഓപ്പൺ ടെറസിൽ നിന്നിട്ട് ലൂട്ട് ചെയ്യുന്നവരും ബഹളം വെക്കുന്നവരെയും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നവരെല്ലാവരും ഫേസ് ക്ലാരിറ്റിയോടെ കിട്ടുന്ന രീതിയിൽ ക്ലോസപ്പിൽ എല്ലാം വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. ഒരു പോലീസുകാരൻ ഓരോ വീഡിയോഗ്രാഫറിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇത് ഗവൺമെന്റിന് അറിയില്ല, ഒരാൾക്ക് അറിയിക്കുന്ന സീക്രട്ടായിട്ട് പോലീസ് അത് ചെയ്തു. അങ്ങനെ ഗവൺമെന്റ് ആക്ഷൻ എടുക്കാൻ പറഞ്ഞ് പിന്നീട് മീഡിയ ഹൈലൈറ്റ് ചെയ്തതിനു ശേഷം അങ്ങനെ പോലീസ് ആക്ഷൻ എടുത്തു. വിതിൻ എ ഡേ എല്ലാ കലവും സ്റ്റോപ്പായി, കലാപങ്ങളെല്ലാം റൈറ്റെല്ലാം നിന്നു. പിന്നെ കുറച്ചുപേരൊക്കെ അവർ അറസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്താ ഭൂരിഭാഗം ആൾക്കാരും രക്ഷപ്പെട്ടു. അപ്പോൾ ഇവരുടെ കയ്യിൽ വീഡിയോ ഫുട്ടേജ് ഉണ്ട്, ക്യാമറ ഫുട്ടേജ് ഉണ്ട്. അന്ന് CCTV ക്യാമറ ഒന്നും പോപ്പുലർ അല്ല ബാംഗ്ലൂരിൽ. അപ്പോൾ പോലീസ് കമ്മീഷണർ എല്ലാ ഓഫീസേഴ്സും വിളിച്ചിട്ട് പറഞ്ഞു, വീഡിയോ ഫുട്ടേജിലുള്ള ഫേസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് സൂം ചെയ്തെടുക്കുക. അങ്ങനെ സൂം ചെയ്തെടുത്തിട്ടുണ്ട്. ഇവരെ ഐഡന്റിഫൈ ചെയ്ത് ഓരോരുത്തരും സൈലൻ്റായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കണം. വരുന്ന ആഴ്ച മുഴുവനും പോലീസ് ഓരോ വീടുണ്ടായിട്ട് ചെന്ന് രാത്രി ഏർലി മോർണിംഗ് ചെന്ന് അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ കുറേ ആൾക്കാർ അറസ്റ്റായി. അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഒരു ഞെട്ടുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ 80% ആൾക്കാരും ഓട്ടോ ഡ്രൈവേഴ്സാണ്. നമ്പർ 1 കന്നഡികാണ്, ഓട്ടോ ഡ്രൈവേഴ്സാണ്. ഈ 80% ഓട്ടോ ഡ്രൈവേഴ്സ് ലൂട്ട് ചെയ്തതിൻ്റെ പ്രൂഫുണ്ട്. ക്രിമിനൽ ആക്ടിവിറ്റി ഇടപെട്ടത് പ്രൂഫുണ്ട്. അപ്പോൾ ഇവർ മറ്റ് ദിവസങ്ങളിലെല്ലാം ഈ ലൂട്ടിങ്ങിന് മുമ്പ് അവർ പാസഞ്ചേഴ്സിനെ സമാധാനപരമായി സുരക്ഷിതമായി അവരുടെ സ്ഥാനത്ത് രാത്രി പോലെ എത്തിച്ചു കൊടുത്ത് നല്ലൊരു ജോലിക്കാരായിരുന്നു. എന്നാൽ ഒരു അവസരം വന്നപ്പോഴത്തേക്കും അവർ അടിച്ചമർത്തി വച്ചിരുന്ന വികാരങ്ങൾ അവർ വെളിപ്പെടുത്തി. അത് വയലൻസ് ആയിട്ട് വെളിപ്പെടുത്തി. എങ്ങനെ? ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, ഞങ്ങൾ വില്ലേജിൽ നിന്ന് വന്നവരാണ്, ദൂരെ നിന്ന് വന്ന വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്നവർ, എഡ്യൂക്കേഷൻ ഉള്ളത് കാരണം അവരുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ഹയറാണ്, നല്ല സാലറിയാണ്, നല്ല വരുമാനം എന്നൊരു ആന്തരിക മുറിവ് ഇവർക്കുണ്ടായിരുന്നു. അവരുടെ ജീവിത സ്റ്റൈൽ താഴെയാണ്. ഈ ഒരു മുറിവും ഒരു അവസരം വന്നപ്പോഴത്തേക്കും അവരത് പ്രകടിപ്പിച്ചു, വയലൻസ് ആയിട്ട് പ്രകടിപ്പിച്ചു. പ്രിയ സഹോദരങ്ങളെ, 80% ഓഫ് ദ ക്രിമിനൽസ് ആർ ഓട്ടോ ഡ്രൈവേഴ്സ്. ഒരു ഭയങ്കര ഷോക്കിംഗ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എന്നിട്ട് അവർ ചെയ്ത ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത് പോസിറ്റീവായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് അവർ കേസെല്ലാം ഫയൽ ചെയ്തു. ഉടനെ ഈ ഓട്ടോ ഡ്രൈവേഴ്സിനൊക്കെ ഒരു കറക്ഷൻ കോഴ്സ് അവർ ഇംപ്ലിമെന്റ് ചെയ്തു. എല്ലാ ഓട്ടോ ഡ്രൈവേഴ്സും കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഓട്ടോ ഓടിക്കണമെങ്കിൽ അവർ ഒരാഴ്ചത്തെ ഒരു കറക്ഷൻ കോഴ്സ് ഉണ്ട്. അതിൽ പങ്കെടുത്താലേ ഫർദർ ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഈ 80% റൈറ്റ് ഇൻവോൾവ് ചെയ്ത ക്രിമിനൽ നേച്ചറുള്ള ഈ ഓട്ടോ ഡ്രൈവേഴ്സ് എല്ലാം കറക്ഷൻ കോഴ്സിൽ പോയി. അതിനുശേഷം ഒരു ഡിസ്പ്ലേ ഒക്കെ വന്നു. ഓട്ടോ ഡ്രൈവറുടെ പേര്, ഫോൺ നമ്പർ എല്ലാം കമ്പൽസറി ആയിട്ട് കൊടുക്കണം. പിന്നീട് ഈ ക്രിമിനൽ കാര്യങ്ങളൊന്നും ഓട്ടോ ഡ്രൈവേഴ്സിന് ഉണ്ടായിട്ടില്ല. ഞാൻ പറയാവുന്ന കാരണം ബാംഗ്ലൂർ സിറ്റിയുടെ ലോ ആൻഡ് ഓർഡർ ഡിസ്റ്റർബ് ആയപ്പോൾ അവരിലുണ്ടായിരുന്ന ഒരു ക്രിമിനൽ നേച്ചർ, അടിച്ചമർത്തപ്പെട്ട, ഞങ്ങൾക്ക് അവസരമില്ല എന്ന് സ്വയമേ അവർ ഒരു ലോസ് ഓഫ് ഐഡന്റിറ്റി, അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ, കോമ്പറ്റീഷനിൽ അവർ വിജയിക്കാൻ പറ്റുന്നുള്ള പരാജയത്തിലുള്ളത്, അതെല്ലാം ഫ്രസ്ട്രേഷനായിട്ടാണ് വെളിപ്പെടുത്തി. ഇത് ഒരു ആന്തരിക മുറിവിൻ്റെ ഒരു പാർട്ടാണ്. അതവർ ഗവൺമെൻറ് നല്ല രീതിയിൽ അവരത് ഹാൻഡിൽ ചെയ്ത് ഒരു ലോ അബൈഡ് ചെയ്യുന്ന സിറ്റിസൻസ് ആയിട്ട് അവർ ട്രെയിനിങ് കൊടുത്ത്
മാറ്റി. ഇപ്പോഴും നമുക്ക് ഒരു കൃത്യമായിട്ട് അവർ കാണാൻ പറ്റത്തില്ല. പ്രിയ സഹോദരങ്ങളെ, സാഹചര്യം വന്നാൽ നമ്മളും ഭീകരനായിട്ട് മാറും. ഈ ആന്തരിക ഉള്ളിൽ കിടക്കുന്ന വികാരങ്ങളെ ശരിയായി നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നില്ല. ഒരു സാധനം പബ്ലിക്കിൽ ഇട്ടേക്ക്, നിങ്ങളിത് മാറി നിൽക്കുക, അല്ലെങ്കിൽ അറിയാതെ CCTV ഓൺ ചെയ്തിട്ട് അവിടെ നിന്നിട്ട് പോക്കോ. നല്ല കാശുള്ളവർ, നല്ല അന്തസ്സുള്ളവർ അതോട്ട് മോഷ്ടിച്ചിട്ട് കൊണ്ടുപോകും. ശരിയാണോ? എടുത്ത് പോക്കറ്റിട്ട് കൊണ്ടുപോകും, ബാഗിലിട്ട് കൊണ്ടുപോകും. അവർക്കില്ലാത്തതൊന്നുമല്ല. വേണ്ടി വന്ന ഞാനും കള്ളനാകും. എന്തുവാ, എവിടെയോ എന്തോ ഒരു മുറിവുണ്ട്, എന്തോ ഒരു റിജക്ഷൻ ഉണ്ട്, എന്തോ ഒരു ഗ്രീഡിനെസ് ഉണ്ട്. ഇതെല്ലാം ആന്തരിക മുറിവിൻ്റെ മേലെപ്പെടുന്നതാണ്. നമ്മുടെ ഇന്നർ മാൻ, അകത്തെ മനുഷ്യനിൽ ബാലൻസ് ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പ്രതികരിക്കുന്നത് ക്രിമിനൽ സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ വളരെ സുപ്പീരിയാരിറ്റി ഒരു സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. അതല്ലെങ്കിൽ വളരെ ഇൻഫീരിയാരിറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമാണ് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ ഡിപ്രഷൻ്റെ ഒരു മൂഡായിരിക്കും നമ്മൾ കാണിക്കുന്നത്. നമ്മൾ എത്രത്തോളം നമ്മൾ പുറമെ ഡ്രസ്സ് ചെയ്യുന്നു, നമ്മളെ വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്യണം, നല്ല സ്മെല്ലില്ലാത്ത ഡ്രസ്സ് ചെയ്യണമെന്ന് എത്ര ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുന്നു, അതുപോലെ അകത്തെ മനുഷ്യനുള്ള വികാരങ്ങൾ, വിചാരങ്ങൾ, ഓർമ്മകളിലെ മുറിവുകൾ, ചിന്തകളിലെ മുറിവുകൾ, ഇതിലെല്ലാം നമ്മൾ മുറിവുകളുള്ള ചുമന്ന് കിടക്കുന്ന ഒരു രോഗികൾ കിടക്കുന്ന ഒരു ഹോസ്പിറ്റലാകരുത്. സൗഖ്യം പ്രാപിച്ചവരായി നമ്മൾ ഈശ്വര അടുക്കിലേക്ക് പോകണം. ആന്തരിക മുറിവുള്ള വ്യക്തിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഡിസ്ട്രാക്ഷൻ. ആന്തരിക മുറിവുള്ള ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അതിന് ഈക്വലായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മുറിവറ്റ മനസ്സിൻ്റെയോ ആത്മാവിൻ്റെ ഉടമസ്ഥർക്ക് അതിന് നമുക്ക് ഒരു ലാക്ക് ഓഫ് ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അത് നമുക്ക് ഈശോയുടെ കൂടെ നമുക്ക് ഒരുമിച്ച് കുറേ സമയം ഇരിക്കാൻ പറ്റത്തില്ല. ചിലർക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സംശയമല്ല, ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ആരെ വിശ്വസിക്കില്ല. ഇതിൻ്റെ പുറകെ എടുക്കുമ്പോൾ ആരോ ചീറ്റ് ചെയ്തിട്ടുണ്ട്, വഞ്ചിച്ചിട്ടുണ്ട്, ഒന്നല്ല പല പ്രാവശ്യം. അപ്പോൾ ഒരു തീരുമാനത്തിലെത്തി. നമ്മൾ ആരെയും ട്രസ്റ്റ് ചെയ്താൽ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, നമ്മളെ വഞ്ചിക്കും, പിന്നെ നമ്മൾ വിക്റ്റിമായിട്ട് മാറും. അതുകൊണ്ട് ഇവർ ആരെയും ട്രസ്റ്റ് ചെയ്യുന്നില്ല. ഇതൊരു നമ്മുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന ഒരു വൈകല്യമായിട്ട് പിന്നെ മാറും. ഒരുപാട് കുറവുകളുള്ളവരാണ് നമ്മളെല്ലാവരും. ദൈവസന്നിധിയിൽ ഇന്ന് എല്ലാം വിട്ടുകൊടുത്ത് സമർപ്പിച്ചത് ഈശോയെ എൻ്റെ ആന്തരിക മുറിവുകളിൽ, എൻ്റെ ദുർബലങ്ങളിൽ കടന്നു വന്ന് ഇനി അത് ഞാൻ വീണ്ടും വീണ്ടും വീണ് വ്യക്തിമാകാതെ എന്നെ താങ്ങി നിർത്തി എനിക്ക് സൗഖ്യം തന്ന് വിടുതൽ തന്ന് എന്നെ നേരായ വഴിയിൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് അടുത്ത ടോക്കൺ റെഡിയാണ്. എല്ലാവരും എഴുന്നേറ്റ് കരങ്ങൾ ഉയരട്ടെ. നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ അടുത്ത ടോക്കൺ റെഡിയാവുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, കർത്താവേ ആരാധന. ഉറാനമാന ശബ്ദരീലലബ റിക്കലലബ ഉരീനമരുസലലബ റിക്കലലബ. താങ്ക് യു ജീസസ്, യു പ്രൈസ് യു ഫാദർ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ എല്ലാവരും സമർപ്പിച്ച് നമ്മുടെ എല്ലാ മുറിവുകളെ അങ്ങ് സമർപ്പിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ പിടിച്ച് കടന്നുപോയ വഴികൾ, മുറിവേറ്റ അവസരങ്ങൾ ആർക്കും സൗഖ്യമാക്കാൻ കഴിയാത്ത കാര്യമാണ് കർത്താവ് സൗഖ്യമാക്കുന്നത്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കും. ചെറുപ്പം തൊട്ടുള്ളത് മാതാവിൻ്റെ ഉദരത്തിലായിരുന്നപ്പോൾ തൊട്ട് ദാവീദ് പറഞ്ഞതുപോലെ പാപിയാണ്, അവിടുത്തെ സ്നേഹം കൊണ്ട് എന്നെ ഈ നിമിഷം പൊതിയണമേ എന്ന് കണ്ണുകൾ അടച്ച്
അങ്ങേക്കായി സമർപ്പിക്കുന്നു, പൂർണ്ണമായി എന്നെ അർപ്പിക്കുന്നു. അങ്ങേക്കായി സമർപ്പിക്കുന്നു, പൂർണ്ണമായി എന്നെ അർപ്പിക്കുന്നു. കുശവന്റെ കയ്യിലെ കളിമണ്ണുപോ അനുദിനമെന്നെ മെനയേണമേ. കുശവന്റെ കയ്യിലെ കളിമണ്ണുപോ അനുദിനമെന്നെ മെനയേണമേ. വീഴാതെ കാത്തിടണേ, നിൻ പക്കലെത്തോളം. ജീവൻ പോകോളം അങ്ങേ പിരിയുകില്ല. വീഴാതെ കാത്തിടണേ, നിൻ പക്കലെത്തോളം. കരങ്ങളെ സമർപ്പിച്ചേ. ജീവൻ പോകോളം അങ്ങേ പിരിയുകില്ല. അങ്ങേക്കായി സമർപ്പിക്കുന്നു, പൂർണ്ണമായി എന്നെ അർപ്പിക്കുന്നു. അങ്ങേക്കായി സമർപ്പിക്കുന്നു, പൂർണ്ണമായി എന്നെ അർപ്പിക്കുന്നു. ഈശ്വരന്റെ കയ്യിലെ കളിമണ്ണുപോൽ അനുദിനമെന്നെ മണിയേണമേ. കുശവന്റെ കയ്യിലെ കളിമണ്ണുപോൽ അനുദിനമെന്നെ മെനയേണമേ. തിരുരക്തത്താൽ കഴുകണമേ, പാപക്കറകൾ നീക്കേണമേ. തിരുരക്തത്താൽ കഴുകണമേ, പാപക്കറകൾ നീക്കേണമേ. അഭിഷേകം നൽകി എന്നെ പുതു സൃഷ്ടിയാക്കേണമേ. അഭിഷേകം നൽകി എന്നെ പുതു സൃഷ്ടിയാക്കേണമേ. വീഴാതെ കാത്തിടണേ, നിൻ പക്കലെത്തോളം. വീഴാതെ കാത്തിടണേ, നിൻ പക്കലെത്തോളം. അഭിഷേകം നൽകി എന്നെ പുതു സൃഷ്ടിയാക്കിടണേ. അഭിഷേകം നൽകി എന്നെ പുതു സൃഷ്ടിയാക്കിടണേ. യേശുവേ Yeah.
വചനത്തിൻ്റെ ധ്യാനം തുടരുകയാണ്. നമ്മൾ മുമ്പ് കേട്ട വചനത്തിൽ തുടർച്ചയായും കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ശ്രമിച്ച വചനത്തിൽ തുടർച്ചയായിട്ടുമുള്ള സമയമാണിത്. കണ്ണുകളെ അടയ്ക്കാം. കഴിഞ്ഞ ഞായറാഴ്ച ശ്രദ്ധിച്ച കാര്യങ്ങളൊന്ന് ഓർമ്മയിൽ കൊണ്ടുവരാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കണ്ടത് 3 പ്രധാനപ്പെട്ട അടയാളങ്ങളാണ്. ശത്രു പ്രവേശിച്ച ഒരു കുടുംബ ചരിത്രത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട 3 അല്ലെങ്കിൽ 4 അടയാളങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ശ്രദ്ധിച്ചത്. അതിൻ്റെ തുടർച്ച, അതിൻ്റെ ബാക്കി ഭാഗം ഇന്ന് നമ്മൾ കാണുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു വെർട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റെം ഉണ്ട്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ബ്രാഞ്ചസും ഉണ്ട്. അപ്പോൾ ഈ 2 നമ്മൾ പരിശോധിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ഇത് നമ്മൾ തൊട്ട് മുമ്പ് സ്റ്റാൻലി പറഞ്ഞ വചനങ്ങൾ അത് നമ്മുടെ ആന്തരികതയിലേക്ക് പോവുകയാണ്. എവിടെയെല്ലാം ശത്രു ശക്തി ദുർഗം, ദ സ്ട്രോങ് ഹോൾഡ്, ശക്തി ദുർഗം എങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നു, നിരന്തരമായ വീഴ്ചകളിലൂടെ, നിരന്തരമായ വൈകാരിക മുറിവുകളിലൂടെ, ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന മുറിവുകളെ കുരിശിൽ കൊടുക്കാൻ പറ്റാതെ വന്നതിൻ്റെ അപകടകരമായ ആത്മീയ അവസ്ഥയുടെ ആവിഷ്കാരമായി നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു അശുദ്ധ വ്യക്തിത്വം, ശത്രു നമ്മിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന, ദൈവം നമ്മെ നിശ്ചയിച്ചേൽപ്പിക്കാത്ത ഒരു അശുദ്ധ വ്യക്തിത്വം, ഒരു ദുഷിച്ച പ്രവണത. ദൈവം സൃഷ്ടിച്ചതല്ലത്. ദൈവത്തിൻ്റെ സൃഷ്ടി അവൻ്റെ ഛായയിലും സാദൃശ്യമാണ്. എന്നാൽ നമ്മിലേക്ക് ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്ന, ആഭരണമായി വന്നിരിക്കുന്ന ഒരു പ്രച്ഛന്ന വേഷം പോലെ അടിച്ചേൽപ്പിച്ച് നൽകപ്പെട്ടിരിക്കുന്ന എന്താണ്? ശത്രുവിൻ്റെ വ്യക്തിത്വമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിനെയാണ് നമ്മൾ നശിപ്പിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ശ്രമിക്കുന്നതും. ഇത് നമ്മളല്ല, ഇത് ഞാനല്ല, നമ്മൾ കാണുന്ന ഒന്നും നമ്മളല്ലത്. ഇത് ലോക ചരിത്രവും നമ്മുടെ കഴിഞ്ഞകാല ഭൂതകാലത്തിൻ്റെ ലംഘനങ്ങളും കുടുംബ ചരിത്രത്തിലെ വീഴ്ചകളും മറ്റുള്ള മനുഷ്യരുടെ നിർമ്മിതികളും എല്ലാം കൂടി ചേർത്ത് നിന്ന ഒരു വ്യാജ വ്യക്തിത്വമാണ്. ഇതല്ല ശരിക്കും നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമുള്ളവരാണ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ പരിശുദ്ധിയിലുള്ളവരാണ്. ദൈവാത്മാവിന് വസിക്കാൻ പറ്റുന്ന ആലയമായി ദൈവം ഡിസൈൻ ചെയ്തതാണ്. നമ്മുടെ ശിശുക്കളെ പോലെ നിർമ്മലരാണ്, ആയിരുന്നു, ആകണം, ആയിരിക്കണം. അതാണ് നമ്മൾ യഥാർത്ഥ നമ്മൾ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പുസ്തകം പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയാണ് ദൈവത്തിന്റെ ഛായയിലുള്ള പൗലോസ്. എന്നാൽ ആഗ്രഹിക്കാത്തത് ചെയ്യുന്ന, നിർബന്ധമായും ജഡം ഉത്സാഹിപ്പിക്കുന്ന മറ്റൊരു ഉൽപ്പന്നത്തെ കൊണ്ടുവന്ന് പൗലോസ് എന്ന് പറയുന്ന പൗലോസിനോട് തന്നെ പൗലോസ് അല്ലാത്ത പൗലോസിനെ പ്രകടിപ്പിക്കുന്ന ഒരുതരം ഒരു ആത്മീയ ഒരു ഭീകരതയാണ് 7-ാം അധ്യായ റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് പുറത്തു വരുവാനാണ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൽ ഏറ്റവും ഗൗരവമായി നമ്മൾ എടുക്കേണ്ട ഒരു ഭാഗത്തെ പറ്റിയാണ് ബഹുമാന്യനായ സ്റ്റാൻലി ബ്രദർ നമ്മൾ സംസാരിച്ചത്. നമുക്ക് സ്വീകരിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. ഞാനൊന്ന് തുമ്മിക്കോട്ടെ. ഹല്ലേലൂയ. പോയി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പേടിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതിൻ്റെ പേരിൽ മുറിവുണ്ടാകരുത്, പിന്നെ അതൊരു ആന്തരിക മുറിവായി മാറുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതാണ്. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു വിസിറ്റുള്ള അവസരം കൂടി കളയരുത് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ദൈവജനമേ, അപ്പോൾ അടുത്ത നമ്മൾ കണ്ട അടയാളങ്ങളിലെ 4-ാമത്തേലേക്ക് 4-ാണ് 5-ആണ് സിസ്റ്റർ ഭീമ. ഞാൻ സിസ്റ്ററിൽ ആശ്രയിക്കുകയാണ് തൽക്കാലത്തേക്ക്. അറിയില്ല, പേജുകൾ മറിച്ചു നോക്കുക. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കണ്ടത് ഒന്ന്, നമ്മുടെ ബൗദ്ധിക, മാനസിക, വൈകാരിക ആരോഗ്യത്തിനെതിരെയുള്ള ശത്രുവിൻ്റെ പോരാട്ടം. അതിൻ്റെ ഏറ്റവും മുതിർന്ന തലമാണ് ഭ്രാന്ത് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെയായിട്ടുള്ള പല നിലവാരങ്ങളുണ്ട്. കുട്ടികളെ അത് ബാധിക്കും. എങ്ങനെ ബാധിക്കും? ഒന്നുകിൽ പഠിക്കാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ പഠിച്ചത് പെർഫോം ചെയ്യാൻ പറ്റാതെ വരും, പെർഫോം ചെയ്ത് മാർക്ക് കിട്ടാതെ വരും. മാർക്ക് കിട്ടിയാലും എന്ത് ചെയ്യില്ല, നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരിക. ഇതെല്ലാം ഈ ഒരു പറയുന്ന ഭാഗത്തിൻ്റെ ഭാഗമാണ്. ലേണിംഗ് ഡിസബിലിറ്റി, പ്ലാനിങ് ഉണ്ടാകുന്ന ഡിസോർഡർ എല്ലാം നമ്മൾ കണ്ടതാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്, അകാല മരണം ആണ്. ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്, ശരിയല്ലെങ്കിൽ തെറ്റുക. അകാല മരണങ്ങൾ, ആയുഷ്കാതെയുള്ള മരണങ്ങൾ, ആത്മഹത്യയാകാം, പിന്നെ കൂടെ വരുന്ന അപകടങ്ങൾ. ആ അപകടങ്ങളിൽ അസ്ഥികൾ ഓടിക്കാം, മറ്റു അംഗങ്ങൾക്ക് അപകടം സംഭവിക്കാം, ആംപ്യൂട്ടേഷൻ സംഭവിക്കാം. അങ്ങനെയുള്ള കിടപ്പ് രോഗികളായി മാറുന്ന ഒരു രീതിയിലുള്ള ചില കാര്യങ്ങൾ. മൂന്നാം നമ്മൾ കണ്ടതാണ് കഠിനമായ സാമ്പത്തിക പ്രതിസന്ധി. എന്ത് സംഭവിച്ചത് പറഞ്ഞായിരുന്നു ഞാൻ? ഇല്ല. പിന്നെന്താ പറഞ്ഞേ? മൂന്നാമെന്താ പറഞ്ഞേ? അതറിയാതെ ഞാൻ വരേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലേ? നല്ല സ്കോപ്പുണ്ട് ഞങ്ങൾക്ക്. ആർക്ക്? പ്രീച്ചേഴ്സിന്. ഹല്ലേലൂയ. ദൈവവചന ശുശ്രൂഷകൾക്ക് ഇനിയും സ്കോപ്പുണ്ട്. കാരണം നിങ്ങൾ ഒന്നും ഓർത്തിരിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സന്തോഷത്തോടെ കേട്ടിരിക്കും. വീട്ടിൽ പോയി പറയും വെടിക്കെട്ടായിരുന്നു,
ഇടിവെട്ടായിരുന്നു, പുലിവാലായിരുന്നു എന്നൊക്കെ പറയും. Praise the Lord. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. പാവം വില്യം പറഞ്ഞ ഓർത്ത് എനിക്ക് ഒരുപാട് സങ്കടവും സന്തോഷവും ഒക്കെ തോന്നുന്നു. Praise the Lord. അദ്ദേഹത്തിന് ഇനിയും ഉണ്ട് ശുശ്രൂഷയ്ക്ക് ഒരായുസ്സും കൂടി. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. പറഞ്ഞു കുടുംബത്തകർച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നമ്മൾ കണ്ടതാണ്. അതിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ് ഇത് വിവാഹ ജീവിതത്തിന്റെ തകർച്ച. അതിന് താഴെയുള്ള പല ഘടകങ്ങൾ പറഞ്ഞാൽ വീണ്ടും ആവർത്തിച്ച് ഞങ്ങൾ സന്തോഷിപ്പിക്കുന്നില്ല. വിവാഹ തടസ്സങ്ങളുണ്ട്, വിവാഹത്തിന് ഡിലേ ഉണ്ട്, അല്ലേ? ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ? ഫ്രോസൺ ആയിട്ടുള്ള ഒരു ഫീലിംഗ്, നംനെസ് ഇൻ ദ ബെഡ്റൂം, ഇതെല്ലാം നമ്മൾ ഈ വിവാഹ തകർച്ചയുടെ പലതരമായ ഞെരുക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. അടുത്തതെന്താണ് കണ്ടത്? ഇത്രയേ കണ്ടുള്ളൂ. ഹല്ലേലൂയ. ഇനി കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. നമ്മൾ എന്താ കാണാൻ പോകുന്നത് ആർക്കറിയാം, അല്ലേ? ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മൾ അകാല മരണം പറഞ്ഞതല്ലേ? അടുത്തത് കഠിനമായ സാമ്പത്തിക പ്രതിസന്ധി. അത് 3 രീതിയിൽ വരും. 1, നമ്മിലേക്ക് കൈമാറി കുടുംബം തന്നത് നശിച്ചു പോവുക. 2, സമ്പാദിക്കുന്നു പക്ഷെ ഒന്നും മിച്ചം വെക്കാൻ പറ്റാതെ വരിക. മിച്ചം വെക്കാൻ പറ്റാൻ മാത്രം ഉണ്ട്, പക്ഷെ ഒന്നും നിൽക്കുന്നില്ല. 3ാമത്തെ എന്താണ്? സമ്പാദിക്കാനേ പറ്റുന്നില്ല, ഒരു ജോലി കിട്ടുന്നില്ല, ബിസിനസ് ചെയ്തിട്ട് ശരിയാകുന്നില്ല, ബിസിനസ് എല്ലാം നശിച്ചു പോകുന്നു. അങ്ങനെ പലവിധമായ പ്രശ്നം, ഒത്തിരി നിരവധി കേസ് സ്റ്റഡീസ് നമുക്ക് പറയാനുണ്ട്. സമയക്കുറവുള്ളതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ഒത്തിരിയായ കാര്യങ്ങൾ. ഞങ്ങളൊരു സഹോദരനെ ഒരു ധ്യാന കേന്ദ്രത്തിൽ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിന് 2000 ഏക്കർ കുട്ടനാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണുന്ന സമയത്ത് അദ്ദേഹം കട്ടപ്പനയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് കാണുന്നത്. ഇപ്പോൾ കുട്ടനാട്ടുകാരെ കട്ടപ്പനയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന സാത്താനിക ശക്തികൾ. അപ്പൻ്റെ സ്വത്തതയാണ് 2000 ഏക്കർ ഭൂമി. ഒരിക്കലും 25,000 സ്ക്വയർ ഫീറ്റ് വീട് കാഞ്ഞിരപ്പള്ളി ഉണ്ടായിരുന്ന ഒരു സഹോദരനെ നമ്മൾ തിരുവല്ലായിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് കാണുമ്പോൾ അദ്ദേഹം ധ്യാനം കൂടാൻ വരുന്നത് 750 രൂപ കടം മേടിച്ചിട്ടാണ്. അപ്പൻ്റെ വീടിന്റെ വിസ്തീർണം എത്രയാണ്? 25,000 സ്ക്വയർ ഫീറ്റ്. ഏത് 40 വർഷം മുമ്പ് പണിത വീടാണെന്ന് ഓർക്കുന്നു. ഈ അടുത്ത കാലത്ത് പണിത വീടല്ല. അപ്പൊ ഇതൊക്കെ എങ്ങനെ സംഭവിക്കാം? ശത്രു കയറിയാൽ എന്തും സംഭവിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക. കയറിയിട്ടുണ്ടെങ്കിൽ പുറത്ത് പറഞ്ഞു വിട്ടേ മതിയാവുകയുള്ളൂ. ഈ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇതിന്റെ ഏറ്റക്കുറച്ചോട് കാണുകയാണെങ്കിൽ, ചെറിയ ഡിഗ്രിയിലാകാം, വലിയ ഡിഗ്രിയിലാകാം, ഉണ്ടെങ്കിൽ നമ്മളതിനെ ആത്മീയമായിട്ട് കൈകാര്യം ചെയ്യണം. ഒരു കാര്യം ഉറപ്പാണ്, ആത്മീയമായിട്ട് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ മനുഷ്യന്റെ അധ്വാനം കൊണ്ട് യാതൊരു കാര്യമില്ല. ഇത് ആത്മീയ ശക്തികളാണ്. ഇത് ഇരുട്ടിന്റെ ആത്മീയ ശക്തികളാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യതയാൽ ദൈവാത്മാവിന് മാത്രമേ ഇതിനെ പുറത്താക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തിരിച്ചറിയുക. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 രീതിയിലായിരിക്കും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഈ സാമ്പത്തിക നഷ്ടം വരുത്താൻ വേണ്ടി മാരക രോഗങ്ങൾ വരാം, ഹോസ്പിറ്റലിലൂടെ. മനസ്സിലാകുന്നുണ്ടല്ലോ? സാമ്പത്തിക നഷ്ടം വരുത്താൻ വേണ്ടി പോലീസ് കേസ് വരാം, കോടതി കേസുകൾ വരാം, ദുർവാശി വരാം. നമുക്കറിയാം, കേട്ടില്ലേ, പണ്ടൊക്കെ കേട്ടില്ലേ, ഈ 50,000 രൂപയുടെ അതിർത്തി നിൽക്കുന്ന ആഞ്ഞിലിത്തടിക്ക് വേണ്ടി കേസ് നടത്തി, അല്ലേ? എന്ത് സംഭവിക്കുന്നു? 5 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ സുപ്രീം കോടതി വരെ കേസ് നടത്തി വിജയിച്ച് വീട്ടിൽ വരുന്നതിന് പിറ്റേ ദിവസം ഇടിവെട്ടി ആഞ്ഞിലി എന്ത് ചെയ്യും? ഉണങ്ങിപ്പോകും. ഹല്ലേലൂയ. അതുപോലെയുള്ള അനുഭവങ്ങൾ കാണാൻ പറ്റും. ഇതുപോലെ ദുർവാശി കിട്ടിയാൽ മതി, മുഴുവൻ സമ്പത്തും പോകും. പോലീസ് കേസ്, കോടതി കേസ്, ആശുപത്രി കേസ്, മാരക രോഗങ്ങൾ, അതുപോലെ സ്വഭാവം മലിനമാവുക, മദ്യത്തിന്, ലഹരിക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ അടിമയാത്തിരിക്കുക. ഇത് ഇങ്ങനെ വരുമ്പോൾ ചിന്തയിലേക്ക് വരുമ്പോൾ സൂക്ഷിക്കുക. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണങ്ങളുണ്ട്. അത് അടുത്ത ഞായറാഴ്ച ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അടുത്ത ഞായറാഴ്ച ഈ പറയുന്ന അടയാളങ്ങളെ സൃഷ്ടിക്കുന്ന ലംഘനങ്ങളെയും പാപങ്ങളെയും, പാപം കൊണ്ടുവരുന്ന പൈശാചിക ശക്തികളുടെ സകല വികൃതികളെയും, സകല തരത്തിലുള്ള വഞ്ചനകളെയും നമ്മൾ കാണുകയും അതിനെ ക്രിസ്തുവിന്റെ കാൽവരിയിലെ കുരിശിലെ ബലിയിൽ സംഭവിച്ച രഹസ്യങ്ങളെ അനാവരണം ചെയ്ത് അതിന്റെ ശക്തിയാൽ നമ്മൾ തിരസ്കരിച്ച് പുറത്തു വരുന്ന ദിവസമാണ്. തിരിച്ചറിഞ്ഞ് പുറത്തു വരുന്ന ദിവസമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, വീണ്ടും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് തലമുറകൾക്കെതിരെയുള്ള ശത്രുവിന്റെ പോരാട്ടം. തലമുറകൾക്കെതിരെ. അപ്പോൾ ഇത് 3 രീതിയിൽ ഇത് സംഭവിക്കാം. 1, കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കുക. 2, കുഞ്ഞുങ്ങളുടെ ജനനം പരമാവധി താമസിപ്പിക്കുക, നിരവധിയായ മിസ്കാരേജുകൾ, അല്ലെങ്കിൽ അതുപോലുള്ള തടസ്സങ്ങൾ വരിക. മറ്റൊരു വർഷം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, പക്ഷെ ഒന്നുകിൽ അവർക്ക് ആയുഷ്വത്തുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിച്ചു വളർന്നാലും അവരെ കൊണ്ട് മാതാപിതാക്കന്മാർക്ക് പ്രയോജനമില്ലാതെ വരിക. ഒരു അമ്മയെ പറയുകയാണ്, നെഞ്ചത്ത് അമ്മ കരഞ്ഞു പറയുകയാണ്, ഇവനൊന്നും ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഒരു അമ്മയെ കൊണ്ട് പോലും പറയിപ്പിക്കുന്ന രീതിയിൽ മക്കൾ വഷളന്മാരായി തീരുന്ന അവസ്ഥ. അപ്പോൾ കുട്ടികൾ ജനിക്കാതിരിക്കുന്ന അവസ്ഥ,
കുട്ടികൾ ജനിക്കാൻ പരമാവധി താമസമോ തടസ്സമോ വരുന്ന അവസ്ഥ. മൂന്നാമത്തെ എന്താണ്? ജനിച്ചാലും പ്രയോജനമില്ലാത്ത ഒരു തലമുറ രൂപപ്പെടുന്ന അവസ്ഥ. ഇതെല്ലാം ശത്രു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റിയ സാധ്യതയുള്ള സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള അടയാളങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ആവർത്തിച്ച് കാണുന്നുണ്ടെങ്കിൽ, ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുക്കേണ്ട ആവശ്യം. എലിസബത്തിന്റെ മധ്യത ഒറ്റപ്പെട്ട സംഭവമാണ്. അതൊരു ശാപമല്ല, അനുഗ്രഹത്തിന്റെ അടയാളമാണ്. ഹല്ലേലൂയ. സ്നാപയോഹനന്റെ മരണം അകാല മരണമല്ല, അത് ജോലി തീർത്തൊരു പ്രവാചകന്റെ മഹുദ്ധീകരണത്തിന്റെ സ്വർഗയാത്രയുടെ അടയാളമാണ്. ഇതുപോലുള്ള ചില സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങളെ നമ്മൾ കണ്ടതിനെ ഒരു പ്രതികൂലമായിട്ട് കാണേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലായിട്ട് കാണുക. പക്ഷെ നമ്മൾ പരിശോധിക്കുക, എൻ്റെ കുടുംബം, എൻ്റെ അമ്മയുടെ കുടുംബം, എൻ്റെ അപ്പൻ്റെ കുടുംബം, അതിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള, അതിൻ്റെ ലംബതലത്തിലുള്ള കുടുംബങ്ങളിൽ കാണുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ തിരശ്ചീനമായ, അതിൻ്റെ ഹൊറിസോണ്ടൽ ലെവലിൽ കാണുന്ന കുടുംബങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം പരിശോധിക്കാനായിട്ട് നമ്മൾ ഇത് സമയം ശ്രദ്ധിക്കുകയാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കണം, ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കണം. വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും കുടുംബങ്ങളെ പരിശോധിക്കുകയും ഈ പ്രശ്നങ്ങളുടെ ആവർത്തനം കുടുംബത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ പരിഹാരം ക്രിസ്തുവിന്റെ കുരിശാണെന്ന് തിരിച്ചറിയുകയും അതിനാവശ്യമായ രീതിയിൽ ആത്മീയ ഒരുക്കങ്ങൾ ചെയ്യുകയും ചെയ്യുക. അടുത്ത ഞായറാഴ്ച ഉപവാസത്തോടെ ഒരുങ്ങി വരാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മളത് ഒരുങ്ങി വന്നേ മതിയാവും. കർത്താവ് റെഡിയായിട്ട് വരികയാണ്. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കും. വിശ്വസിക്കുന്നത് പോലെ സംഭവിക്കട്ടെ. ഈശോയുടെ ഒറ്റ വാക്കുകളുള്ളൂ, വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ, വിശ്വസിക്കുന്ന പോലെ ഭവിക്കട്ടെ. അതുകൊണ്ട് വിശ്വസിച്ച് കടന്നു വരിക. പരിഭവങ്ങളും പരാതികളും എല്ലാം മാറ്റിവെച്ച് നമ്മുടെ സൗഖ്യത്തിനായിട്ട് അടുത്ത ഞായറാഴ്ച വരുവാനായിട്ട് ഇന്നേ ഒരുങ്ങി തുടങ്ങുവാനായിട്ട് കർത്താവ് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ അപ്പൊ സന്താന സൗഭാഗ്യങ്ങൾക്കെതിരെയുള്ള ഒരു പോരാട്ടം സംഭവിച്ചേക്കാം. വന്ധ്യതയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ പ്രത്യുത്പാദന അവയവങ്ങളിൽ പിശാചു വെക്കുന്ന ഉപദ്രവങ്ങൾ, വിവാഹം കഴിഞ്ഞിട്ട് കൺസ്യൂമേഷൻ സമ്മതിക്കാതിരിക്കുന്ന അവസ്ഥകൾ, വിവാഹം കഴിഞ്ഞിട്ട് ദാമ്പത്തിക ധർമാനുഷ്ഠാനം നടപ്പിലാക്കാൻ ദമ്പതികൾക്ക് അസാധ്യമാക്കുന്ന ശാരീരിക, വൈകാരിക, മാനസിക, ആത്മീയ കാരണങ്ങൾ, ഇത് ശത്രുവിന്റെ ഉപദ്രവമാണ്. ഇതിലൂടെ തലമുറകളെ ജനിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ, കുടുംബത്തിലേക്ക് അവിശ്വസ്തത കൊണ്ടുവരാനുള്ള സാധ്യതകൾ, ഇതെല്ലാം തുറന്നു കിടക്കുന്നതാണ്. ഒത്തിരി കുടുംബങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട്. പല ദമ്പതികൾക്കും വിവാഹത്തിന് ശേഷം ഹല്ലേലൂയ ദാമ്പത്യ നിർമ്മാനുഷ്ഠാനം അഥവാ വിവാഹത്തിന്റെ കൺസ്യൂമേഷൻ സംഭവിക്കാൻ തടസ്സപ്പെടുത്തി നിൽക്കുന്ന പൈശാചിക സ്വാധീനങ്ങളൊക്കെ ഒത്തിരിയായ സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം ആത്മീയമായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് തിരിച്ചറിയുക. പിന്നെ അടുത്തൊരു അടയാളമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രിയപ്പെട്ട ഇതിനെ പാരമ്പര്യ രോഗങ്ങളാണ്. ഈ പാരമ്പര്യ രോഗങ്ങൾ നമുക്കറിയാം, സയൻസ് സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ആത്മീയ മണ്ഡലത്തിലും നമുക്കതിനെ കാണാൻ പറ്റും. ഒരു കുടുംബത്തിന്റെ വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ തലമെടുത്ത് പരിശോധിക്കുമ്പോൾ ചില മാരക രോഗങ്ങളുടെ ആവർത്തിച്ചു വരുന്ന സന്ദർശനങ്ങൾ നമുക്കറിയാവുന്ന പോലെ ക്യാൻസറുകൾ, ട്യൂമറുകൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, കരളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, സ്ത്രീ സഹജമായ ഗൈനിക് ഓർഗൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അസ്ഥികളെ ബാധിക്കുന്ന രോഗങ്ങൾ, ഹല്ലേലൂയ നാഡികളെ ബാധിക്കുന്ന രോഗങ്ങൾ, ENG-യുമായി ബന്ധപ്പെട്ട്, തൈറോയിഡുമായി ബന്ധപ്പെട്ട്, പാൻക്രിയാസുമായി ബന്ധപ്പെട്ട്, മജ്ജയുമായി ബന്ധപ്പെട്ട്, രക്തവുമായി ബന്ധപ്പെട്ട്, സ്കിന്നുമായി ബന്ധപ്പെട്ട്, ഇനിയൊന്നും ഇല്ലെന്ന് ചോദിക്കാൻ പറ്റുന്ന അവയവങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ നമ്മളിലേക്ക് രോഗങ്ങൾ കടന്നു വന്നേക്കാം. ഹല്ലേലൂയ. മുടി കൊഴിച്ചൽ മുതൽ കാലിന്റെ നഖം പൊഴിച്ചൽ വരെയുള്ള പലതരത്തിലുള്ള പാരമ്പര്യ രോഗങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അവിടെ എല്ലാം ആര് വന്നേ മതിയാവുള്ളൂ? യേശു ക്രിസ്തു വന്നേ മതിയാവുള്ളൂ. അവരുടെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തി വ്യാപരിച്ച് മതിയാവുള്ളൂ എന്ന് തീരുമാനിക്കുക. മറ്റൊന്നും സാധിക്കുകയില്ല. വ്യാധികൾ നിരവധിയായ വർഷങ്ങൾ ചികിത്സിക്കുന്നു, വന്നു പോകുന്നു, ഇതാ പോകുന്നു എന്ന രീതിയിൽ കാര്യങ്ങളെ, രോഗങ്ങളെ പിശാചുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീരാവ്യാധികളുടെ ഒറ്റ ഉത്തരമോട് ക്രിസ്തുവിന്റെ നാമം, ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തി വന്നാൽ മാത്രമേ അതിന് വേര് പോവുകയുള്ളൂ. അത് വേര് ഉണങ്ങിയാൽ മാത്രമേ ആ രോഗം പൂർണ്ണമായിട്ടും അത് മാറിപ്പോവുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആവർത്തിച്ച് കാണുന്ന കോടതി കേസുകൾ, പോലീസ് കേസുകൾ. നമുക്ക് പറയാം, പലപ്പോഴും ചില കുടുംബ ചരിത്രം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഒരു കാര്യമില്ലാത്ത കേസുകൾ കുടുംബം വന്നങ്ങ് വീഴുകയാണ്. ചുമ്മാ ഫൈൻ അങ്ങ് വന്ന് വീഴുകയാണ്. പ്രാർത്ഥിച്ചിറങ്ങി കുർബാന കഴിഞ്ഞ് ഇറങ്ങിയതാണ് ഫൈൻ വന്നത്. എങ്ങനെ ഫൈൻ വന്നു? ഫൈൻ അല്ലായിരുന്നുകൊണ്ട് ഫൈൻ വന്നു. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടല്ലോ? ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെ അനാവശ്യമായി ഫൈൻ അടിക്കുക, അനാവശ്യം പറഞ്ഞാൽ കാരണം ഉണ്ടാവും, പക്ഷെ അത് ആ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഒരു പോഷത്വം വന്നിട്ട്, ഒരു മൂഢത വന്നിട്ട്, ഒരു ഫൂളിഷ്നെസ് ഒരു ഫോളി വന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബുദ്ധിയിലേക്ക് വരുന്നു, നമ്മുടെ ചിന്തയിലേക്ക് വരുന്നു. അത് വന്നിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ചെറിയൊരു അബദ്ധം കാണിക്കുന്നു, അബദ്ധത്തിന് അത് ആനുപാതികമല്ലാത്ത ഒരു ഫൈൻ നമുക്ക് ലഭിക്കുന്നു. ഒരു മനസ്സിലാകുന്നുണ്ടോ? പോലീസ് കേസുകൾ, കോടതി കേസുകൾ ഒക്കെ ഇങ്ങനെ ഒന്നിനു പുറകെ വരുന്നത് നമുക്ക്
കാണാൻ സാധിക്കും. നിരവധി ഉദാഹരണങ്ങൾ പറയാനുണ്ട്, പറയുന്നില്ല. നിങ്ങളുടെ ചുറ്റുപാടുമോ നിങ്ങളുടെ കുടുംബ ചരിത്രമോ എടുത്തു നോക്കിയാൽ കോടതി കേസുകൾ, കുടുംബ വക്കീൽ ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇതെല്ലാം ഇതിന്റെ ഒരു അടയാളമായിട്ട് നമ്മൾ തിരിച്ചറിയുക. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ പാമ്പ് കടി, പട്ടി കടിക്കുക, ഹല്ലേലൂയ, ചിലരെ ഇൻസെക്ട്സ് ഓടിച്ചിട്ട് പിടിക്കുക, പുറകെ നിന്ന് നമ്മളെ ശല്യം ചെയ്യുക, ഇതെല്ലാം ശത്രു പുറകെ ഉള്ളതിന്റെ അടയാളങ്ങളാണെന്ന് തിരിച്ചറിയുക. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ. അതുപോലെ ഇടിമിന്നലിന്റെ ശല്യങ്ങൾ, കൂടെ ഇടിമിന്നൽ, വെള്ളപ്പൊക്കം, വെള്ളം മലിനമാവുക, പക്ഷി മൃഗാദികൾ വാഴാതിരിക്കുക, വൃക്ഷലതാദികൾ പുഷ്പിക്കാതിരിക്കുക, ഫലം തരാതിരിക്കുക, മണ്ണ് വരണ്ടു പോകുക, മണ്ണിലെ വെള്ളം ഞാൻ പറഞ്ഞതല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം സംഭവിക്കുക എന്നുള്ളത് സൂക്ഷിക്കുക. ഇതെല്ലാം ഒന്ന് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് കരുതലുള്ളവരാകണം. നമുക്കൊരു ആക്രമണ ഉത്സാഹം അല്ലെങ്കിൽ ശത്രുവിനെ പുറത്താക്കാൻ പറ്റുന്ന ഒരു ആത്മീയ ഒരുക്കം നമുക്ക് എപ്പോഴും വേണം എന്ന് തിരിച്ചറിയാം. ഇങ്ങനെ എന്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിനെ, ക്രിസ്തു എന്ത് പ്രശ്നമാകട്ടെ ഉത്തരം എന്താണ്? ക്രിസ്തു. അവർ ജീവിക്കുന്ന ദൈവമാണ്. അവർ സൃഷ്ടാവാണ്. അവർ ജീവൻ കൊടുത്തതല്ല, ജീവൻ തന്നതാ, കൊടുത്തത് നമുക്ക് വേണ്ടി തന്നതല്ലേ. അവൻ ആ സ്നേഹം ഒന്ന് തിരിച്ചറിഞ്ഞ് ഒട്ടു നിന്നേ, അവനോടൊന്ന് ചേർന്ന് നിന്നേ. ഹല്ലേലൂയ, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന അവൻ നമ്മോടും ചേർന്ന് നിൽക്കുന്നതെന്ന് തോന്നിയാൽ ഒന്ന് സടപടം ചെയ്ത് നിൽക്കുക, ഒന്ന് അവനോട് ഒട്ടി നിൽക്കാനായിട്ട് തീരുമാനമെടുക്കുക. അതിന് അനുവാദികമായ കുടുംബ പ്രാർത്ഥനകൾ, കൂതാശ ജീവിതങ്ങൾ, കുംഭസാരം, വിശുദ്ധ കുർബാന, പ്രത്യേകിച്ച് വചനത്തിന്റെ വായന, ധ്യാനം, അനുസരണം, അതിന്റെ പ്രഖ്യാപനം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നേ മതിയാവുകയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരു ഷോർട്ട് കട്ടിൽ ഇതൊരു ജീവിത രീതിയാണ് ക്രൈസ്തവ ജീവിതം. അത് നമ്മുടെ കർത്താവുമായി നമ്മളെ ചേർത്ത് നിർത്തിക്കൊണ്ടുവന്ന സ്വർഗീയ യാത്രയാണ്. ആ സ്വർഗീയ യാത്രയിൽ കർത്താവ് കൂടെ ഉണ്ടാകും. പക്ഷെ നമുക്ക് ഒരുക്കം വേണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രമായി സിസ്റ്റർ എബ്രിമ? 7. ഹല്ലേലൂയ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ത്? വിശ്വാസം നശിച്ചു പോവുക. നമുക്കെന്താണ് ഒരു അവേർഷൻ ടു സേക്രഡ് തിങ്സ്, വിശുദ്ധ കാര്യങ്ങളോടുള്ള വെറുപ്പ്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, കൂദാശയോട് താല്പര്യമില്ല, ബൈബിളോട് താല്പര്യമില്ല, സഭയോട് വെറുപ്പാണ്. ഒരു കാര്യമില്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു കാര്യം സംഭവിച്ചതിന് പേര് മുഴുവൻ ക്രൈസ്തവ സമൂഹത്തെ, വിശ്വാസ സമൂഹത്തെ, സമർപ്പിത സമൂഹത്തെ ഒക്കെ നമ്മൾ പരിഹസിക്കുക, കൂദാശകളെ പരിഹസിക്കുക, അറിയാൻ വരെയും മിണ്ടായിരുന്ന പോലെ ഇതെല്ലാം പരിഹസിക്കുക, വെറുപ്പ് കാണിക്കുക. അവസാനം എന്ത് ചെയ്യുക? ദൈവത്തോടും വെറുപ്പ് കാണിക്കുക, ദൈവദൂഷണത്തിലേക്ക് പോവുക, എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനെ സ്വീകരിക്കുക, ദൈവദൂഷണത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുക, അത് കുടുംബത്തിന്റെ തലമുറയുടെ കടന്നുകൊണ്ട് പോവുക. അതിന് ചേർന്ന പ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കുക, നിരീശ്വര പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, വ്യാജമതങ്ങളുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എതിർ ക്രിസ്തുവിന്റെ, ദൈവദൂഷണത്തിന്റെ, ദുരാത്മാക്കളുടെ സ്വാധീനം നമ്മളിലേക്ക് കടന്നു വരുമ്പോഴാണ് തിരിച്ചറിയുക ഇതൊരു പ്രശ്നമാണ്, ഇതൊരു ആത്മീയ പ്രശ്നമാണ്. ഈ ദുരാത്മാവിനെ ബന്ധിച്ചേ മതിയാവുകയുള്ളൂ. എതിർ ക്രിസ്തുവിന്റെ, അന്തിക്രിസ്തുവിന്റെ ആത്മാവിനെ, ദൈവദൂഷണത്തിന്റെ ആത്മാവിനെ, ഹല്ലേലൂയ, അവിശുദ്ധമായ കാര്യങ്ങളെ പരിഹസിക്കാൻ പ്രേരിപ്പിക്കുന്ന ദുരാത്മാക്കളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നില്ലെങ്കിൽ ഇത് നമ്മുടെ കുട്ടികളിലെ വിശ്വാസം കളയും. കുട്ടികൾ പ്രിയപ്പെട്ട ദൈവം ആദ്യ അവിശ്വാസികളായിട്ട് മാറും. അവർ കൂദാശകളെ വിട്ടുപോകും. അവർ ഒരുപക്ഷെ നമ്മളെ മാതാപിതാക്കന്മാരെ പേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയോ പള്ളി വന്നാൽ പോലും അവർക്ക് വിശ്വാസം ഉണ്ടാകണം നിർബന്ധമില്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് തിരിച്ചറിയുക, ഹല്ലേലൂയ, ഇതിനെ ബന്ധിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ, എനിക്ക് കുടുംബ പ്രാർത്ഥന ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്, എന്തുമാത്രം കുട്ടികളെ സ്വാധീനിച്ചിട്ടുണ്ട്. കുർബാനയിൽ കുട്ടികൾ പങ്കെടുക്കുന്നത് കാണുമ്പോൾ കുംഭസാരം എന്ന് പറയുന്ന കൂദാശ, കുർബാന എന്ന കൂദാശ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും അവരെടുക്കുന്ന പ്രതികരണത്തിൽ കാണാൻ പറ്റും. അവരിലേക്ക് ഇതാ വന്നു ചേർന്നിട്ടുണ്ട് ദൈവദൂഷണത്തിന്റെ ആത്മാവ്, എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. അത് വന്നിട്ടുണ്ട് മനസ്സിലാക്കാം. ബഹിഷ്കരിച്ചേ മതിയാവുള്ളൂ. മുട്ട നീക്കണമെങ്കിൽ മുട്ട നീക്കാം, ഉറക്കളയ്ക്കണമെങ്കിൽ ഉറക്കളയ്ക്കാം, പ്രാർത്ഥിക്കാം, ബഹിഷ്കരിച്ചേ മതിയാവുകയുള്ളൂ. ശത്രു നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞു തിരിച്ചറിയുക. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ക്യാരക്ടർ ഡെഫിഷ്യൻസി, സ്വഭാവം വഷളായി തീരുക. ഹല്ലേലൂയ, സ്വഭാവം മോശമായി തീരുക. അപ്പോൾ ഒരു കുടുംബത്തിൽ ശത്രു കയറിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അവിടെ വഷളത്വം വരും, സ്വഭാവം മലിനമായി തീരും. ആ സ്വഭാവം മലിനമാകുന്നതിന് ചേരുന്ന പല കാര്യങ്ങളും സംഭവിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, അനുസരണക്കേട്, ആസക്തികൾ, നമ്മുടെ സ്ത്രീത്വം അല്ലെങ്കിൽ പുരുഷത്വം, അതിന് അടിസ്ഥാന ഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, നമുക്ക് ചില തെറ്റ ഉദാഹരണം പറഞ്ഞാൽ കുടുംബം എന്താണ് കുടുംബം? വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമാണ് വിവാഹം, അല്ലെ? അതിലേക്ക് സ്ത്രീയും തമ്മിലുള്ള ബന്ധം, പുരുഷനും തമ്മിലുള്ള ബന്ധം,
പുരുഷനും മൃഗവും തമ്മിലുള്ള ബന്ധം, സ്ത്രീയും മൃഗവും തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം കൊണ്ടുവരും. എല്ലാ പെർവേർഷനും വൈകൃതങ്ങളും ആര് കൊണ്ടുവരും? ശത്രു കൊണ്ടുവരും. അപ്പോൾ ലോലെസ്നെസ്, അരാജകത്വം, നിയമവാഴ്ച, നിയമത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ, പ്രകൃതിക്ക് വിരുദ്ധമെന്ന് പറയുന്ന ബൈബിളിന് വിരുദ്ധമായ കാര്യങ്ങൾ, ദൈവത്തിന്റെ ഒറിജിനൽ ഡിസൈൻ വിരുദ്ധമായ കാര്യങ്ങൾ, ചിന്തയായും പ്രവൃത്തിയായും ആലോചനയായും ആറ്റിറ്റ്യൂഡായും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. അല്ലെങ്കിൽ അതിന്റെ അടയാളം കണ്ടേക്കാം. ലോകത്തിന്റെ അടയാളങ്ങളുണ്ട്. അതെല്ലാം ശത്രു അതുമാത്രം ആ സ്ഥലങ്ങളെയോ ആ വ്യക്തികളെയോ ആ കൾച്ചറിനെയോ ആ പാരമ്പര്യത്തെയോ ആ ദേശത്തെയോ ആ സമൂഹത്തെ സ്വാധീനിച്ച അടയാളങ്ങളാണ്. ഇതെല്ലാം ഒരു കുടുംബത്തിലാണ് തുടങ്ങുന്ന ഓർക്കണം. ഈ സമൂഹത്തിൽ കാണുന്നതല്ല, ഒരു വ്യക്തിയിൽ കുടുംബത്തിൽ തുടങ്ങിയിട്ടാണ് അത് പുറത്തേക്ക് പ്രകടമായതെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഇങ്ങനെയുള്ളതെല്ലാം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ്. നമ്മൾ ഫൈറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ. ഇത് വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക? ഫൈറ്റ് ചെയ്യുക. വരുന്നതിന് മുമ്പ് തന്നെ ഫൈറ്റ് ചെയ്യുക. അതുകൊണ്ട് തെറ്റായ വിവാഹങ്ങൾ, തെറ്റായ പ്രണയങ്ങൾ, ലൈംഗിക വൈകൃതങ്ങളും വൈകൃതത്തിലൂടെയുള്ള വിവാഹങ്ങളും എല്ലാം പ്രിയപ്പെട്ട ദൈവജനമേ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അതുപോലെ ഈ എന്താ പറയുക, വഴിതെറ്റിയ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ആനുപാതികമല്ലാത്ത സൗഹൃദം. നമുക്കൊരു പൂച്ചയോടോ നായോടോ ഉള്ള ബന്ധം എന്തായിരിക്കണം? അത് ഒരു പൂച്ചയോടോ, ഒരു പെറ്റായിരിക്കുന്ന പൂച്ചയോടോ നായോടുള്ള ബന്ധം എന്തായിരിക്കണം? അത് അർഹിക്കുന്ന ബന്ധമേ പാടുള്ളൂ. മനസ്സിലാകുന്നുണ്ടല്ലോ? അതിന്റെ ആ പരിധി കഴിഞ്ഞാൽ ആനുപാതികമല്ലാത്ത ബന്ധം പൂച്ചയോടോ പട്ടിയോടോ ഏതെങ്കിലും മൃഗത്തോടോ ഏതെങ്കിലും വസ്തുവിനോടോ വന്നാൽ അത് അപകടകരമാണ്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞില്ലേ, ജെറൂസലേം ദേവാലയം ശിഷ്യന്മാർ കാണിച്ചു കൊടുത്തു അല്ലെ? എത്ര മനോഹരമായ സൗധമാണ്. ദാവീദിന്റെ സ്വപ്നത്തിൽ സോളമൻ ഉണ്ടാക്കി, ബാബിലോണിയക്കാർ തകർത്തു, നെഹെമ്യാ സഭയെ പുതുക്കി പണിതു, പിന്നീട് ഹെറോദ് ദ ഗ്രേറ്റ് വീണ്ടും പണിതു. ആ മനോഹരമായ സൗധത്തെ നോക്കി അപ്പോസ്തലന്മാർ വിവരിക്കും. ഈശോ എന്താ പറയുന്നത്? ഇത് വെറും കല്ല്, കല്ലിന്മേൽ കല്ല് ശേഷിക്കും. അത്രയോ, എത്ര അത് ദേവാലയമാണെന്ന് ഓർക്കണം. അതൊരു വീട് പോലും അല്ലെന്ന് ഓർക്കണം, ഒരു ദേവാലയമാണ്. അപ്പൊ ദേവാലയം പോലും എത്ര മനോഹരമാണെന്ന് പറഞ്ഞാൽ ഓർക്കുക പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം വസിക്കുന്നിടമാണ് എന്ത്? ആലയം, ദേവാലയം. ദൈവം വസിക്കുന്നിടമാണ്. ദൈവം വസിക്കാത്തത് എന്താണ്? വെറും കല്ലാണ്. ദൈവം വസിക്കാത്തതെല്ലാം എന്താണ്? വെറും കല്ലാണ്. വെറും കല്ലാണെന്ന് കാണുന്നിടത്താണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ വെളിച്ചവും ജ്ഞാനവും വരുന്നത്. എല്ലാം കല്ലായിട്ട് കാണുക. സകലതും കല്ലും സിമെന്റുമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഉൾക്കാഴ്ച. ഒന്നും നമ്മളെ ഭ്രമിപ്പിക്കാതിരിക്കുക. ഈ ലോകത്തോട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുക. ഈ ലോകത്തോട് നമുക്കൊരു വിരക്തി ഉണ്ടായിരിക്കുക. കർത്താവ് നൽകിയ ബന്ധങ്ങൾ അതിന് വിരുദ്ധമായിട്ടുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒട്ടി നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു ബന്ധമേ ഉള്ളൂ. സ്ത്രീ പുരുഷ സ്ത്രീ പുരുഷ ബന്ധമല്ല, ഭാര്യ ഭർത്തൃ ബന്ധം. അത് മാത്രമാണ് ദൈവം. അവർ ഇനിമേ രണ്ടല്ല, അവരെന്തായി തീരും? ഒരു ജഡമായി, ഒരു ശരീരമായി തീരും. അത് മാത്രമാണ് ദൈവം ഒന്നാകാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഒന്നും ദൈവം ഒന്നാകാൻ പറഞ്ഞിട്ടില്ല. അവിടെ എല്ലായിടത്തും അകലം വേണം, അകൽച്ച വേണം, വേർപാട് വേണം. അതിനകത്ത് കൃത്യമായ ഒരു വിരക്തി വേണം, അതിനകത്ത് കൃത്യമായ നിർവചനം വേണം. അതിന് ചേരാത്ത എന്ത് ബന്ധമുണ്ടാക്കിയാലും അവിടെ ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടാകില്ല, ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകില്ല തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവം വെക്കാത്ത ഒരു ബന്ധവും ഒന്നിനോട് നമുക്ക് വേണ്ട. ദൈവം അനുവദിച്ച അളവിലും ദൈവം അനുവദിച്ച അനുപാതത്തിലും ദൈവം അനുവദിക്കുന്ന സമയക്രമത്തിലും മാത്രം നേടിയെടുക്കുവാനായിട്ട് ശ്രമിക്കാൻ ദൈവം ഇന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് വിലക്കപ്പെട്ടതെല്ലാം മാറ്റിവെക്ക്, അകറ്റി വെക്കേണ്ടതെല്ലാം അകറ്റി വെക്ക്, ദൂരെ വെക്കേണ്ടതെല്ലാം ദൂരെ വെക്ക്, ദൂരെ പോകണമെന്ന് പറയേണ്ടതിനോടെല്ലാം ദൂരെ പോകാൻ പറ. യേശു ഒരു നാൾ അവനോട് പറഞ്ഞു, നീ ദൂരെ പോവുക. മത്തായി സുവിശേഷം 4:10 അല്ലെങ്കിൽ 10. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അടുക്കാൻ യേശു മാത്രം, ആശ്രയിക്കാൻ യേശു മാത്രം, നമുക്ക് ആരാധിക്കാൻ യേശു മാത്രം, ആദരിക്കാൻ യേശു മാത്രം, അനുസരിക്കാൻ യേശു മാത്രം. അവനെ സ്തുതിക്കാൻ നമുക്ക് ഇന്ന് കരങ്ങൾ ഉയരട്ടെ. അവിടെ ഇരുന്നാൽ മതി. ഹല്ലേലൂയ. ഒന്ന് തീരുമാനമെടുത്തേ, ഞാൻ ഈ ലോകത്തോട് വേർപെടുകയാണ്. ഞാൻ ലോകത്തോട് ഡിറ്റാച്ച്മെന്റ്, ഈ ലോകത്തിലെ ഒന്നും എന്നെ കെട്ടിയിടുകയില്ലെന്നുള്ള തീരുമാനത്തിലേക്ക് നമുക്കൊന്ന് വരാം. സമർപ്പിച്ച് ഭാര്യാഭർത്തൃ ബന്ധം എന്ന അത് മാത്രം ഒന്നാണ്. ഇനിമേൽ അവർ രണ്ടല്ല, ഒന്നായിരിക്കും. അത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് അവസാനത്തെ 10ാമത്തെ അടയാളമായി വരുന്നത് എന്താണ്? അത് 10ാമത്തെ അടയാളമായി വരുന്നത് അനാവശ്യ അഡിക്ഷൻ, ആസക്തി, അഡിക്ഷൻ. കൃതിക്കുക. അത് മദ്യത്തോട് മാത്രമല്ല, അത് ലഹരിയോട് മാത്രമല്ല, അത് ഏതെങ്കിലും ഒരു ആശയത്തോടോ ഒരു അഭിനിവേശത്തോടോ മാത്രമല്ല. അതൊരു പ്രാർത്ഥനയോട് പോലും ആകാം. അതൊരു വഴിതെറ്റിയ ബൈബിൾ വായനയാകാം, വഴിതെറ്റിയ പ്രാർത്ഥനയാകാം. ഇതിനെല്ലാം അഡിക്ഷൻ വരാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, ഹല്ലേലൂയ. ഒന്നും നമ്മളെ അടിമപ്പെടുത്താൻ പാടില്ല. ക്രിസ്തു മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുസരണമില്ലാത്ത പ്രാർത്ഥന, ദൈവത്തിന്റെ സ്വഭാവത്തിന് ചേരാത്തതും ദൈവ നിയമങ്ങൾക്ക് വിധേയപ്പെടാത്തതുമായ പ്രാർത്ഥനയല്ല.
അത് നമ്മുടെ കപടഭക്തിയുടെ ആവിഷ്കാരവും അത് നമ്മുടെ ഭയത്തിന്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രകാശനമാണെന്ന് തിരിച്ചറിയുന്ന ദൈവം നമ്മൾ വിളിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിന് ചേരാത്ത പ്രാർത്ഥനയും ദൈവത്തിന്റെ സ്വഭാവത്തിന് ചേരാത്ത പ്രാർത്ഥനയും ഉത്തരം കിട്ടുന്നത് പൈശാചിക മണ്ഡലത്തിനായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹറോനും ടീമും സംഘവും ഒരു ആരാധന നടത്തി, ഒരു ഉത്സവം നടത്തി. ആര്? മോശ എവിടെയാണ്? അപ്പോ മലമുകളിലാണ്. അധ്യായം ഏതാണ്? സിന്ധു സിസ്റ്ററെ 32-ാം അധ്യായം. പുസ്തകം ഏതാണ്? കറക്റ്റ് ആണത്, പുറപ്പാട് പുസ്തകം. ഹല്ലേലൂയ പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. അവിടെ എന്താ പറയുന്നത്? അഹറോൻ പറയുന്നത് എന്താ? നാളെ യഹോവയുടെ ഉത്സവ ദിവസമാണ്, നമുക്ക് യഹോവയെ ആരാധിക്കാം. പക്ഷെ ആരാധിക്കും മുമ്പിലിരിക്കുന്ന എന്താ? ആരാധിക്കപ്പെടുന്ന ആരാ? യഹോവ. ആരുടെ പെരുന്നാളാ? യഹോവയുടെ. ആരെ ആരാധിക്കുന്നേ? ഈജിപ്തിൽ നിന്ന് നമ്മളെ കൊണ്ടുവന്ന യഹോവയെ. പക്ഷെ മുമ്പിരിക്കുന്ന ആരാ? കാളക്കുട്ടി. എന്താ സംഭവിച്ചേ? ദൈവം സ്വീകരിക്കുവോ? ഇല്ല. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിന്റെ ഉത്സവങ്ങൾ പോലും കാളക്കുട്ടി വെച്ച് ചെയ്താൽ കർത്താവ് സമ്മതിക്കുക. ഈ കാളക്കുട്ടി എന്തിന്റെ പ്രതീകമാണെന്ന് അറിയാവോ? കാള എന്തിനാ? യഹൂദന്മാരെ സംബന്ധിച്ച് കാള എന്തിന്റെ അടയാളമാണെന്ന് അറിയാവോ? കാള ശക്തിയുടെ അടയാളമാണ്, എൽഷദായിയുടെ അടയാളമാണ്. എൽഷദായി അവർ കണ്ടത് എൽഷദായിയ. പക്ഷെ എൽഷദായി അദൃശ്യനാണ്, കാളയല്ല, കാളരൂപങ്ങളല്ല. ഇന്ന് കാളക്കുട്ടിയെ വെച്ച് എൽഷദായി ആരാധിച്ചാൽ നാളെ കാളക്കുട്ടൻ എന്തായി മാറും? എൽഷദായി മാറും. കാള എന്തായി മാറും? എൽഷദായി മാറും. എൽഷദായിയെ കാളക്കുട്ടിയിൽ ആരാധിക്കാൻ സമ്മതം കൊടുത്താൽ നാളെ കാളക്കുട്ടി എന്തായി മാറും? എൽഷദായി മാറും. ആ അപകടം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, സൂക്ഷിക്കുക. ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ഒറ്റ ചെറിയ സംഭവം ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. നിരവധി ഒരു 9ാം ക്ലാസ് കൂട്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞാൻ മരിച്ചിട്ടാണെങ്കിൽ പോലും എൻ്റെ അപ്പൻ്റെ മദ്യപാനം നിൽക്കണം. ഞെട്ടരുത്. കുട്ടി അപ്പൻ്റെ മദ്യപാനം നിന്നു, കുട്ടി മരിച്ചു. കുട്ടിയുടെ ആത്മാവ് സ്വർഗത്തിലാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല പ്രാർത്ഥന. ഞാനല്ല ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാനല്ല ജീവനെ കൊടുക്കണ്ടേ, എൻ്റെ ജീവനല്ല കൊടുക്കണ്ടേ. ഒരിക്കലും നമ്മൾ പ്രാർത്ഥന തെറ്റിപ്പോരുത്. രക്ഷകൻ യേശു മാത്രം. ആ സീറ്റിലേക്ക് കയറിയേക്കരുത്. മനസ്സിലോ? അതിലേക്ക് ശ്രമിച്ചേക്കരുത്. ഈ ലോകം ഞാനങ്ങ് എടുത്തേക്കാം, കർത്താവെ അങ്ങ് സുഖപ്പെടുത്തണമേ. നീയാരാ? രക്ഷകനാണോ? ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി, സൗഖ്യത്തിനായി, വിടുതലിനായി, ജീവനായി, അനുഗ്രഹത്തിനായി, സമാധാനത്തിനായി, സംരക്ഷണത്തിനായി, വീട് കിട്ടാൻ, കല്യാണം നടക്കാൻ, കുഞ്ഞിനെ കിട്ടാൻ, ജോലി കിട്ടാൻ, ആത്മാവ് സ്വർഗത്തിലെത്താൻ ഒറ്റ ഒരുവൻ മാത്രം. ആര്? യേശു. നമ്മൾ ആരുടെയും രക്ഷകനല്ല, നമ്മൾ ആർക്കും പകരക്കാരനല്ല. പ്രിയപ്പെട്ട ദൈവജനമേ, യേശു മാത്രം, അവൻ മാത്രം. അവന്റെ സ്ഥാനത്ത് അവനെ അല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പാടില്ല. അവന്റെ സിംഹാസനത്തിലേക്ക് എത്തി നോക്കുക, ആരാധിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു കാരണവശാലും തെറ്റായൊരു പ്രാർത്ഥന ചെയ്യരുത്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയേക്കാം, ഒരുപക്ഷെ സംഭവിച്ചേക്കാം. അത് അതിലും അപകടമാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊണ്ട് തരുന്ന ആരായിരിക്കും? ശത്രുവൻ. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവത്തിന് ചേരാത്തത്, ദൈവം സ്നേഹമാണ്, ദൈവം പരിശുദ്ധനാണ്, ദൈവം സത്യമാണ്, ദൈവം നീതിയാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിന് ചേരാത്ത ഒരു പ്രാർത്ഥനയും ചെയ്തേക്കരുത്. അപകടമാണ്. ദൈവവചനത്തിനോട് ചേരാത്ത ഒരു പ്രാർത്ഥനയും നമ്മുടെ നാവിലേക്ക് വന്നേക്കരുത്. അത് അപകടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഇതെല്ലാം തിരിച്ചറിയുക. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനത്തിൽ ചേരാത്തതും ദൈവത്തിന്റെ ആത്മാവ് സ്വഭാവത്തിൽ ചേരാത്ത പ്രാർത്ഥനകൾ, അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് അഡിക്റ്റായി പോകരുത്. കപടമായ ഭക്തിക്ക് അഡിക്റ്റായി പോകരുത്. ലഹരിക്ക് അഡിക്ഷൻ ഉണ്ടാകരുത്. ഒന്നിനോടും അഡിക്ഷൻ ഉണ്ടാകരുത്. സ്വർണ്ണത്തോട് അഡിക്ഷൻ. സ്വർണ്ണത്തിന്റെ ദേവനാരാ? ദേവി ആരാണ്? സ്വർണ്ണത്തിന്റെ ദേവനാണ്. ഞാനതിവിടെ പറയുന്നില്ല, കാരണം പബ്ലിക് ഫോറം ആയതുകൊണ്ട്. സ്വർണ്ണത്തിന്റെ പുറകിൽ ഒരു ദുരാത്മാവ്, അതിന് പേര് ദേവിയുണ്ട്, അതിന് പേരുണ്ട്. പല ദേശങ്ങളിലും പല പേരുണ്ട്. നമുക്കറിയാവുന്ന ഒരു പേരുണ്ട്, ഞാൻ തൽക്കാലം പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് സ്വർണ്ണത്തോട് താല്പര്യം തോന്നുന്നേ, ഒരു ഭ്രമം തോന്നുന്നേ. അതുകൊണ്ട് നമ്മൾ ഒരു സ്വർണ്ണാഭരണത്തിന്റെ മേൽ കണ്ണ് പതിച്ചാൽ അത് എന്ത് ചെയ്തിരിക്കും? അത് നമ്മുടെ വീട്ടിൽ വന്നിരിക്കും. കാരണം എന്താണ്? അതിന്റെ പുറകിൽ നിൽക്കുന്ന ദേവി അത് നമ്മുടെ കൊണ്ട് തരും. കൂടെ ദേവിയും കാണും. എവിടം വരെ? നരകം വരെ. അതുകൊണ്ട് സൂക്ഷിക്കുക. നഗരം വരെയല്ല, നരകം വരെ. ഹല്ലേലൂയ. ആദ്യം പട്ടണം പെടുന്ന ആരാ? നിർത്തുകയാണ്. ആരാ പട്ടണം പെടുന്നത്? ഏറ്റവും ആദ്യത്തെ പട്ടണം പെടുന്ന ആരാ? കായേന്റെ മകൻ ലാമെക്ക്. കായേന്റെ ഒരു സംസ്കാരം നഗരങ്ങളിലൂടെ നരകത്തിലേക്കുണ്ട്.
അതുകൊണ്ട് നഗരവാസികളെ സൂക്ഷിക്കുക. ദൈവം അനുവദിക്കാത്തതെല്ലാം കായീനും അവന്റെ തലമുറ 7-ാം തലമുറയിൽപ്പെട്ട ലാമക്കും കൊണ്ടുവന്നതെല്ലാം തള്ളിക്കളഞ്ഞ്. ഹല്ലേലൂയ. പാട്ടുകാരുടെ ദൈവം ആരാണ്? നിങ്ങളെ പറ്റിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാട് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ കാണാൻ പറ്റേ 4-ാം അധ്യായം അവൻ അവരുടെ എല്ലാം പിതാവായിരുന്നു. തമ്പുരുവിൻ്റെയും ആരാണ്? കായന്റെ തലമുറയിൽ അതൊക്കെ വന്ന് കപടമായ മോഹിപ്പിക്കുന്ന പാട്ടുകളും നൃത്തങ്ങളും കലകളും കലാരൂപങ്ങളും. പ്രിയപ്പെട്ട ദൈവജനമേ, നഗരവും അതിൻ്റെ മാലിന്യങ്ങളും എല്ലാം വന്നത് ലാമക്ക് വഴി, കായന്റെ സന്തതി വഴിയാണ്. അത് മറിച്ച് അപ്പുറത്തോ ആബേലും സേത്തും നോഹയും ഒക്കെ ആരാധനയുടെ സമൂഹമാണ്. അതുകൊണ്ടൊരു നഗര സംസ്കാരവും ഒരു ആരാധന സംസ്കാരവും ഒറ്റവാക്കി നിർത്തട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം, ആരാധനാ സമൂഹത്തിലേക്കുള്ള തിരിച്ചുവരവ് സംഭവിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമുക്ക് എണീറ്റ് നിൽക്കാം. എല്ലാ ഭാഷാപരത്തിലേക്ക് വന്നേ. അറിയാവുന്ന ഭാഷയിലും ഭാഷാപരത്തിലും ഒന്ന് ശ്രദ്ധിച്ച് യേശുവേ നന്ദി. എല്ലാം സമർപ്പിക്കാൻ സഹോദരങ്ങളെ, ഫാമിലി ജീവൻ, വ്യക്തിപരമായ ജീവിതത്തെ, കുടുംബങ്ങളെ, മക്കളെ, തലമുറകളെ എല്ലാം ദൈവത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിച്ചു വിട്ടുകൊടുക്കാം. ചൈതന്യം വ്യാപിക്കണം, സഭയ്ക്ക് കടന്നു വരണം, ബന്ധനങ്ങൾ തകർക്കപ്പെടണം, പിള്ളാട് മക്കൾ നമ്മുടെ കുടുംബത്തെ ദൈവ ചൈതന്യം വ്യാപിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിറയട്ടെ. ബന്ധപ്പെട്ട എല്ലാ സിംറ്റംസും ഇപ്പൊ മാറിപ്പോട്ടെ. പേരോടുകൂടി യേശുവിൻ തിരുരക്തം
യേശുവിന്റെ രക്തം ഒഴുകിടട്ടെ, രോഗങ്ങളെല്ലാം നീങ്ങിടട്ടെ. യേശുവിന്റെ രക്തം ഒഴുകിടട്ടെ, ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞിടട്ടെ. യേശുവിന്റെ രക്തം ഒഴുകിടട്ടെ, ശത്രുവിൻ കോട്ടകൾ തകർന്നിടട്ടെ. യേശുവിന്റെ രക്തം ഒഴുകിടട്ടെ, രോഗങ്ങളെല്ലാം നീങ്ങിടട്ടെ. യേശുവിന്റെ രക്തം ഒഴുകിടട്ടെ, ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞിടട്ടെ. യേശുവിന്റെ രക്തം ഒഴുകിടട്ടെ, ശത്രുവിൻ കോട്ടകൾ തകർന്നിടട്ടെ. യേശുവിന്റെ രക്തം ഒഴുകിടട്ടെ, രോഗങ്ങളെല്ലാം നീങ്ങിടട്ടെ. യേശുവിന്റെ രക്തം ഒഴുകിടട്ടെ, ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞിടട്ടെ. യേശുവിന്റെ രക്തം ഒഴുകിടട്ടെ, ശത്രുവിൻ കോട്ടകൾ തകർന്നിടട്ടെ. യേശുവിന്റെ രക്തം ഒഴുകിടട്ടെ, രോഗങ്ങളെല്ലാം നീങ്ങിടട്ടെ. യേശുവിന്റെ രക്തം ഒഴുകിടട്ടെ, ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞിടട്ടെ. ഹല്ലേലൂയ, 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 കണ്ണുകൾക്ക് കാഴ്ച കുറവുള്ള ഒരു സഹോദരിയുടെ രണ്ട് കണ്ണുകളും കർത്താവ് തൊടുകയാണ്. ഇത് കാറ്ററാക്ട് ആയിട്ട് ബന്ധപ്പെട്ടതല്ല, വേറെ എന്തോ നെർവ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. കർത്താവ് സൗഖ്യം തരുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നല്ല നടുവേദന, ഒരു നെർവ് പ്രോബ്ലം കാരണം നടുവേദനയുള്ള ഒരു സഹോദരിയെ കർത്താവ് തൊടുന്നു. ഈശോയുടെ സ്പർശനം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. കർത്താവ് സൗഖ്യം തരികയാണ്. ഹല്ലേലൂയ. കൂടെ കൂടെ പാമ്പിനെ സ്വപ്നം കാണുന്ന 3 പേര് ഈശോ തൊടുകയാണ്. ആ ഫാമിലി ട്രീയിലുള്ള സർപ്പ സ്പിരിറ്റുകളായിട്ടുള്ള എല്ലാ ഉടമ്പടികളെയും ദൈവം എന്ന് അവിടുത്തെ രക്തത്തിന്റെ ശക്തിയുടെ തകർത്തിരിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. യേശുവേ നന്ദി. ഇടത് കൈ കൂടെ കൂടെ മരവിക്കുകയും അതുപോലെ രാവിലെ ഉറക്കണിക്കുമ്പോൾ നല്ല പെയിനും മരവിപ്പും തോന്നുന്ന ഒരു സഹോദരിയുടെ തോള് മുതലുള്ള വിരല്, മുട്ട്, അങ്ങനെ ഇടത് കൈ കർത്താവ് തൊടുകയാണ്. ഇതൊരു ഹീലിംഗ് ടച്ചായിട്ട് കർത്താവ് കാണിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നല്ല മുൻകോപം വരുന്നു. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന കോപം വരുമ്പോൾ സംസാരിക്കുന്ന വാക്കുകൾ, ഇത് 2 കാര്യങ്ങളെ കുറിച്ച് ഒത്തിരി അധികം വിഷമിച്ച് പശ്ചാത്താപിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് തൊടുകയാണ്. കർത്താവ് സൗഖ്യം തരുന്നതായിട്ട്. യേശുവേ സ്തോത്രം. കരങ്ങൾ ഉയരട്ടെ എല്ലാവരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ എല്ലാവരും. ശക്തിയോടെ സ്വരമെടുത്ത് സ്തുതിക്കട്ടെ. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകുന്ന പരിശുദ്ധാത്മാവ് യേശുവിന്റെ രക്തം സമയമാണ്. നമ്മുടെ കുടുംബത്തെ കഴുകുന്ന സമയമാണ്. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച്, ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് എല്ലാ രോഗപീഠകളും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. യേശുവിനെ തകരട്ടെ. സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah. തിരുരക്തത്താൽ എന്നെ കഴുകണേ, തിരുരക്തത്താൽ എന്നെ പൊതിയണേ, തിരുരക്തത്താൽ എന്നെ കഴുകണേ, തിരുരക്തത്താൽ എന്നെ പൊതിയണേ, തിരുരക്തത്താൽ
തിരുവചനത്താൽ സൗഖ്യമേകണേ. തിരുവചനത്താൽ എന്നെ നയിക്കണേ. തിരുവചനത്താൽ സൗഖ്യമേകണേ. തിരുമുറിവിൽ എന്നെ മറയ്ക്കണേ. തിരുമാറിൽ എന്നെ ചേർക്കണേ. തിരുമുറിവിൽ എന്നെ മറയ്ക്കണേ. തിരുമാറിൽ എന്നെ ചേർക്കണേ. യേശുവേ 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 പാപമെല്ലാം നീങ്ങിടട്ടെ, ശാപമെല്ലാം മാറിടട്ടെ. പാപമെല്ലാം നീങ്ങിടട്ടെ, ശാപമെല്ലാം മാറിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയേ. തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയേ. തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ. പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ രക്തം. തെരേസ എന്ന് പറയുന്ന ഒരു സഹോദരി അവൾ പ്രാർത്ഥനാ വിഷയത്തിനുമേ കർത്താവ് ഇറങ്ങി വരുന്നു. എലിസബത്ത് കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. ജേക്കബ് അഥവാ ചാക്കോ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ചില കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട കാര്യം കർത്താവ് വാതിൽ തുറക്കുന്നു. വീട് പണിയുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങളെ കർത്താവ് മാറ്റുന്നു. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം ശരിയാകില്ല എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളോട് കർത്താവ് പറയുന്നു, ശരിയാകില്ല എന്നല്ല, ശരിയാകും. കാരണം ഞാനാണ് ശരിയെന്ന് ഈശോ പറയുന്നു. അല്ലെങ്കിൽ ഞാൻ വഴി തുറക്കുന്നവനല്ല, ഞാൻ വഴിയാണെന്ന് ഈശോ പറയുന്നു. ഇതിലേക്ക് വരാൻ ഈശോ പറഞ്ഞ് പറയുകയാണ്. കഠിനമായ ജീവിത നിരാശ, ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നു. ദൈവ ആത്മഹത്യ ദുരാത്മാവിനെ ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കുംഭസാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന 3 പേരെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. വിടുതലിന്റെ ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കുന്ന സമയമാണ്. ലക്ഷ്യവുമായി ബന്ധപ്പെട്ട വിഷമത്തെ മാറ്റി ശ്വാസ തടസ്സത്തിന്റെ പ്രശ്നത്തെ കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ ജീവിക്കുന്നത്. അതിന് എല്ലാം ഒരിക്കലും കൂടെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് കുർബാനയുടെ സമയമാകുന്നു. എല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് ഓ ഹല്ലേലൂയ യേശുവേ ആരാധനയെ സമർപ്പിക്കുന്നു. ഇന്ന് വിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. ദിവ്യകാരുണ്യത്തിന്റെ തിരുനാളാണ്. ഹല്ലേലൂയ. യേശുവിന്റെ തിരുശരീരത്തിനാണ് നമ്മൾ നിറയുന്ന സമയമാണ്. പരിശുദ്ധ പരമമാ ആരാധിച്ചേ ദിവ്യകാരുണ്യമേ. ദിവ്യകാരുണ്യം എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ. എന്നും അങ്ങേക്കാരാധന.
ഇന്നുമെന്നും കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഈ ജനത്തിന് അനുകൂലമായ അനുഗ്രഹങ്ങളെ തുറക്കുവാൻ കർത്താവ് കൽപ്പിക്കട്ടെ. തടസ്സങ്ങളെല്ലാം മാറി നിൽക്കട്ടെ. എല്ലാ ശല്യങ്ങളും മാറട്ടെ. എല്ലാ ദിക്കുകളുടെ അധിപനായ കർത്താവ് ഈ സമൂഹത്തെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പിതാവിന്റെ അനുഗ്രഹം, യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യ, സമാധാനം നമ്മളെല്ലാവരെയും കൂടെ, കുടുംബങ്ങളുടെ കൂടെ, തലമുറയുടെ ഇരിക്കുമാറാകട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പുതിയതായിട്ട് വന്നിരിക്കുന്ന ആളുകൾ, മിനിസ്റ്ററോട് ചേർന്ന് അടുത്ത നാളിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് പ്രദേശത്തിനെ കണ്ട് പ്രാർത്ഥിക്കണമെങ്കിൽ വലിയ ബ്രദറിന്റെ അടുത്തോ ക്ലെമൻ ബ്രദറിന്റെ അടുത്തോ പേര് കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിനായി നമുക്ക് കുർബാന പങ്കെടുക്കാനായിട്ട് പോകേണ്ടവർക്ക് പോകാം, അല്ലാത്തവർക്ക് അവസാനത്തെ പാട്ടിൽ പങ്കെടുക്കാം. ഇസ്രായേലിൽ സമാധാനം ഉണ്ടാകും, ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാകും, മിഡിൽ ഈസ്റ്റ് സമാധാനം ഉണ്ടാകും. സമാധാന പ്രഭു ഇറങ്ങി വരട്ടെ. സമാധാന പ്രഭു ഇറങ്ങി വരാൻ വേണ്ടി കൈകൾ ഉയർത്തുകയും ഇറങ്ങി വരാൻ വേണ്ടി പശ്ചിമേഷ്യയിലേക്ക്, മിഡിൽ ഈസ്റ്റിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങാൻ വേണ്ടി കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് പാടാം. ഹല്ലേലൂയ. നിർത്താതെ പ്രാണൻ പോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ എല്ലാം മറന്ന് ചാരിടുന്ന സമാധാന അങ്ങേ പിരിയില്ല യേശുവേ. പ്രപഞ്ചനാഥനെ, സത്യദൈവമേ, പ്രാണൻ പോളം ജീവൻ തന്നോനേ, യേശുവ അഭിഷേക, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, യേശുവ അഭിഷേക, വിശ്വസ്തനായോനേ, മസ്തിയും ക്രൂശിഞ്ഞാൻ കണ്ടതാ, അങ്ങിപ്പോയി വേറാരും ഇല്ലയേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, എല്ലാം സമർപ്പിച്ച് ആരാധിച്ച് കർത്താവെ കാണും വിശ്വസ്തനായോനേ, മസ്തിയും ക്രൂശിഞ്ഞാൻ കണ്ടതാ, അങ്ങിപ്പോയി വേറാരും ഇല്ലയേ. പ്രാണൻ പോളം ജീവൻ തന്നോനേ, ഭൂവിലാ
കാലഘട്ടത്തിൽ കടക്കുകയാണ്. കുടുംബപക്ഷ സൗഖ്യ ശുശ്രൂഷയും ഒത്തിരി ആളുകളെ, കൂടുതലായിട്ട് ആളുകളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. 4:45 മുമ്പ് തന്നെ വന്ന് വരാനായിട്ട് ശ്രമിക്കുക. കുമ്പസാരിച്ച് ഒരുങ്ങുക എല്ലാവരും. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ പിതാക്കന്മാർക്ക് കുർബാന സമർപ്പിക്കണമെങ്കിൽ, മരിച്ചുപോയ വേർപെട്ട പിതാക്കന്മാർക്ക് വേണ്ടി കുർബാന സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും അടുത്ത ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട് വരിക. നമ്മൾ അല്പം നീണ്ടുപോയാലും കുഴപ്പമില്ല. എല്ലാവരും കുർബാന പങ്കെടുത്തിട്ട് കുമ്പസാരിച്ചൊരുങ്ങി പിതാക്കന്മാർക്ക് കുർബാനയെ സമർപ്പിച്ചിട്ട് നമ്മൾ 4:45 മുമ്പോടുകൂടി തന്നെ വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.